സ്ത്രീകൾക്ക് കെ.എസ്.ആർ.ടി.സി ബസ്സുകളിൽ സൗജന്യ യാത്ര സാമൂഹിക നീതി ഉറപ്പാക്കുന്ന പുരോഗമനപരമായ ഒരു നടപടിയാണ്. അതോ സാമ്പത്തിക പ്രതിസന്ധിയിലായ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിനുമേൽ വീഴുന്ന ഒരു പുതിയ ബാധ്യതയാണ്? UDF സർക്കാരിൻ്റെ ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപനം സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര ജൂൺ 15 മുതൽ നടപ്പിലാക്കാനാണ് നീക്കം. പ്രതിദിനം ഏകദേശം 12 ലക്ഷം സ്ത്രീകൾ യാത്ര ചെയ്യുന്നുണ്ട് കെ.എസ്.ആർ.ടി.സിയിൽ. ഓർഡിനറി ബസ്സുകളിൽ മാത്രം സൗജന്യ യാത്ര അനുവദിച്ചാൽ പ്രതിമാസം 57 കോടി രൂപയുടെ ബാധ്യത വരും. ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിൽ കൂടി അത് ഉൾപ്പെടുത്തിയാൽ 90 കോടിയിലാകും ബാധ്യത. എല്ലാ സർവീസുകളിലും സൗജന്യം ഏർപ്പെടുത്തിയാൽ 112 കോടിയോളം നൽകേണ്ടി വരും. ഇപ്പോൾ തന്നെ ശമ്പളത്തിനും പെൻഷനും വേണ്ടി പ്രതിമാസം വൻതുക സർക്കാർ നൽകുന്ന കെ.എസ്.ആർ.ടി.സിക്ക് ഈ പുതിയ വാഗ്ദാനം താങ്ങാനാകുമോ? കർണാടക, തമിഴ്നാട്, തെലങ്കാന, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇതിനകം തന്നെ ഈ മാതൃക പരീക്ഷിച്ചു കഴിഞ്ഞു. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്നത് വെറും ഒരു രാഷ്ട്രീയ വാഗ്ദാനം മാത്രമല്ല, ഒരു പുരോഗമന സമൂഹത്തിൻ്റെ സാമൂഹികമായ ഒരു ഉത്തരവാദിത്വം കൂടിയല്ലേ? പക്ഷേ സൗജന്യ യാത്ര നൽകി കെ.എസ്.ആർ.ടി.സി എങ്ങനെ നിലനിൽക്കും? ടിക്കറ്റ് വരുമാനത്തിൽ മാത്രം ആശ്രയിക്കുന്ന ഒരു സ്ഥാപനത്തിന് പുതിയ പ്രവർത്തന വരുമാന മാർഗം കണ്ടെത്താൻ ആകുമോ? അതാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. എന്നോടൊപ്പം നിറയെ പ്രേക്ഷകർ ചേരുന്നുണ്ട്. അപ്പോൾ ഒരാൾ മാരാരിക്കുളത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നു, ശ്രീ തോമസ്. കെ.എസ്.ആർ.ടി.സി പല വഴികൾ ആരായുകയാണ്. അതിലൊന്ന് കൊറിയർ സർവീസാണ്. കൊറിയർ വഴി കുറേ വരുമാനം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് കെ.എസ്.ആർ.ടി.സി പരീക്ഷിച്ചു. ആദ്യഘട്ടത്തിൽ വിജയം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും വലിയ സാമ്പത്തിക ബാധ്യത കെ.എസ്.ആർ.ടി.സിക്ക് വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. 112 കോടി രൂപ അങ്ങനെ കണ്ടെത്താൻ കെ.എസ്.ആർ.ടി.സി കഴിയുമോ, ശ്രീ തോമസ്? കേൾക്കാമോ? ശരി, എനിക്ക് തോന്നുന്നു ശ്രീ തോമസിന് കേൾക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നു. ഓക്കെ, എന്നോടൊപ്പം ചില സുഹൃത്തുക്കൾ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഷിജു എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ ശശിധരൻ പിള്ളൈ ഗുഡ് ഈവനിങ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രീ ശശിധരൻ പിള്ളയ്ക്കും ഗുഡ് ഈവനിങ്. ജയകുമാർ എന്നോടൊപ്പം ചേർന്നിരിക്കുന്നു. അങ്ങനെ നിരവധി പ്രേക്ഷകർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ രഘുനന്ദനൻ കൊല്ലത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ രഘുനന്ദനൻ, അങ്ങയുടെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച പ്രതീക്ഷകളൊക്കെ തെറ്റി. അതിനുശേഷമാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഈ കെ.എസ്.ആർ.ടി.സിയെ കുറിച്ച് അങ്ങേക്ക് എന്ത് തോന്നുന്നു? സൗജന്യ യാത്ര സാധ്യമാണോ? കെ.എസ്.ആർ.ടി.സി അവർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ടോ അല്ലെങ്കിൽ കെ.എസ്.ആർ.ടി.സി നഷ്ടത്തിലാക്കാതെ മറ്റ് വേറെ ഏതെങ്കിലും രീതിയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് സാധാരണ ഓർഡിനറി ബസ്സിൽ ആയാലും മതി, ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കുന്നു. അവരുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയില്ല. അപ്പൊ ഈ പറഞ്ഞ കണക്കുകളൊന്നും കൂടാതെ വേറെ ജനങ്ങളെയും ബുദ്ധിമുട്ടിക്കാതെ കെ.എസ്.ആർ.ടി.സിയെ നഷ്ടപ്പെടുത്താതെ കൊണ്ടുപോകാൻ അവരെ കൊണ്ട് സാധിക്കും എന്ന് അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്യട്ടെ. കാര്യം ഏത് ക്ഷേമ പദ്ധതികളും നല്ലത് തന്നെയാണ്. അപ്പൊ ഇതിന്റെ അകത്ത് ഈ പെണ്ണുങ്ങൾക്ക് മാത്രം ആക്കാതെ 60 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരെയും കൂടെ അതിനകത്ത് ഒഴിവാക്കിക്കൂടെ? ഇപ്പൊ ഞാൻ പറയുന്നത് ഈ സ്വകാര്യ ബസ്സുകളിൽ, പ്രത്യേകിച്ച് കൊല്ലത്ത് സ്വകാര്യ ബസ്സുകളില് പണ്ട് സ്ത്രീകൾ ഫ്രണ്ടിൽ കൂടെയാണ് യാത്ര കയറി കൊണ്ടിരുന്നത്. ഫ്രണ്ടിലാണ് അവർക്കുള്ള സീറ്റ്. പക്ഷെ ഇപ്പം സ്ത്രീകൾ പുറവിലെ സീറ്റിൽ വാതിലിൽ കൂടെ കയറിയിട്ട് 3 പേരിരിക്കുന്ന സീറ്റിന്റെ ഒരു സൈഡിൽ വന്ന് ഓരോ സീറ്റിലും ഇരിക്കുകയാണ് പെണ്ണുങ്ങള്. അപ്പൊ പിന്നെ ആണുങ്ങൾക്ക് ഇരിക്കാൻ അവിടെ പ്രൈവറ്റ് ബസ്സിലെ സീറ്റില്ല. അപ്പൊ പിന്നെ ട്രാൻസ്പോർട്ടിലും കൂടെ ഇവർക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടിലും ആൾക്കാർക്ക് കയറാൻ പറ്റാത്ത ഒരവസ്ഥ. അങ്ങനെയുള്ള അവസ്ഥകളൊന്നും ഉണ്ടാവരുത്. സ്വകാര്യ ബസ്സിലും ഈ പറഞ്ഞ അവർക്കും നഷ്ടം ഉണ്ടാവാത്ത രീതിയിൽ അവർക്ക് എന്തെങ്കിലും പാക്കേജ് കൊടുക്കണം. പിന്നെ ഈ പറഞ്ഞ ഈ അസൗകര്യങ്ങള് പിന്നെ അവിടെ ഇങ്ങനെ സ്ത്രീകൾ എല്ലാവരും പുരുഷന്മാരുടെ സീറ്റിൽ അല്ലെങ്കിൽ പൊതു സീറ്റിൽ, പുരുഷന്മാരുടെ അല്ല, അവർക്ക് ജനറൽ സീറ്റിൽ ഇരിക്കുന്നു. എന്നിട്ട് പുരുഷന്മാർക്ക് സീറ്റ് അല്ല, ജനറൽ സീറ്റിൽ ഇരിക്കാം, കുഴപ്പമില്ല. 3 പേരിരിക്കുന്ന സീറ്റിൽ 2 സ്ത്രീകൾ ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ പോയിരുന്നൂടെ? അതിന് പകരം 3 പേരിരിക്കുന്ന കാലിയായിട്ടുള്ള സീറ്റിന്റെ ഒരു മൂലയിൽ ഒരു സ്ത്രീ ഇരിക്കും. തൊട്ട് മുമ്പിലുള്ള സ്ത്രീ സംവരണം എന്നുള്ള തരത്തിലായി മാറുകയാണെന്നാണ് ആ രീതിയിൽ മാറുന്ന. അപ്പൊ പുരുഷന്മാർക്ക് അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം ഒരു ബസ്സിൽ ചോദിച്ചു, എന്തുവാണ് ഇങ്ങനെ ഈ പെണ്ണുങ്ങൾ ഓരോ സീറ്റിൽ എന്താ ചെയ്യാനാ സാറേ ഇങ്ങനെ അവരിങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞ്. അപ്പൊ അത് നേരെ മറിച്ച് ഒരു സ്ത്രീകൾ, ഒരു ഗർഭിണിയോ അല്ലെങ്കിൽ വയസ്സായ ഒരു അമ്മയോ വന്നു കഴിഞ്ഞാല് കഴിയുന്നതും പുരുഷന്മാര് തന്നെയാണ് എണീറ്റ് കൊടുക്കുന്നത്. സ്ത്രീകൾ അവിടെ എണീറ്റ് കൊടുക്കാറില്ല. ആ മര്യാദ അവരും കാണിക്കാറില്ല. അപ്പൊ അതുകൊണ്ട്
ചെയ്യുന്നത് ചെയ്യട്ടെ, ക്ഷേമ പദ്ധതികൾ ചെയ്യട്ടെ. അത് ഈ പറഞ്ഞ കണക്ക് വേറെ മറ്റ് വകുപ്പുകളിലൊന്നും ബന്ധപ്പെട്ട് ആൾക്കാരെ വിഷമിപ്പിക്കാതെ KSRT നല്ല രീതിയിൽ കൊണ്ടുപോകണം. അവർക്ക് ശമ്പളവും അവർക്കുള്ള പെൻഷനും എല്ലാം മുടങ്ങാതെ കൊടുക്കുക. ഞങ്ങൾക്കുള്ള സാമൂഹ്യ പെൻഷൻ കറക്റ്റായിട്ട് കിട്ടണം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യം ചെയ്യുക. പുരുഷന്മാർക്ക് കൂടെ ഈ സൗജന്യം കൊടുത്താൽ കൊള്ളാമായിരുന്നു. പക്ഷെ സ്റ്റുഡൻസിന് കൊടുക്കട്ടെ. ആര് പുരുഷനും സൗജന്യം, സ്ത്രീക്കും സൗജന്യം, വിദ്യാർത്ഥിക്കും അല്ല, സൗജന്യം, വേറെ ടിക്കറ്റ് എടുക്കാൻ സ്റ്റുഡൻസിന് ആരുമില്ല, കൊടുക്കട്ടെ. കണ്ടക്ടർ തന്നെ ടിക്കറ്റ് എടുക്കാൻ. അല്ല, പെണ്ണുങ്ങൾക്ക് മാത്രം കൊടുക്കേണ്ട ഉദ്ദേശം എന്തോ? അല്ലെങ്കിൽ മൊത്തത്തിൽ എന്തിനാ കൊടുക്കുന്നത്? 60 വയസ്സ് കഴിഞ്ഞവർ കൂട്, സ്റ്റുഡൻസിന് കൂട്, പഠിക്കുന്ന പിള്ളേർക്ക് പഠിക്കാനല്ലേ പോകുന്നത്. അല്ലാതെ ഈ എല്ലാ ബസ്സിലും ഈ പെണ്ണുങ്ങളെ കയറ്റി ഞാൻ വീട്ടിൽ ചോറ് വെക്കാൻ ആള് കാണില്ല. രാവിലെ പെണ്ണുങ്ങളെ എണീറ്റ് അങ്ങ് പോകും. ശ്രീ രഘുനന്ദൻ എങ്ങനെയാണ് ഈ സ്ത്രീകൾ വീട്ടിൽ ചോറ് വെക്കാൻ വേണ്ടിയുള്ളവരാണെന്നുള്ളൊരു ധാരണയിൽ എത്തിയത്? അതല്ല, വീട്ടില് അതും കൂടെ ചെയ്യുന്നവരാണ്. സ്ത്രീകൾ പൊതു നിരത്തിലേക്ക് ഇറങ്ങുകയും അവർ സമൂഹത്തിന്റെ പൊതുധാരയിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ അതൊരു പുരോഗമന സമൂഹത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ്. അവർ ജോലി ചെയ്യുമ്പോൾ ആ കുടുംബത്തിലുണ്ടാകുന്ന മാറ്റം നമ്മൾ ഒരു പുരുഷൻ ജോലി ചെയ്യുന്നതിന്റെ 6 ഇരട്ടിയാണ്. കാര്യങ്ങൾ ചെയ്തിട്ട് പോട്ടെ, അടുത്ത ബസ്സിൽ പോട്ട്. അവരെങ്ങനെ ചോറ് വെക്കുന്ന ആളുകളായി എങ്ങനെയാണ് ശ്രീ രഘുനന്ദൻ? അങ്ങനെയും പുരുഷന്മാരും ഒക്കെ ഇപ്പൊ ധാരാളം ചോറ് വെക്കുന്നവരായി മാറുന്നു. എല്ലാവർക്കും ചെയ്യാൻ പറ്റും, എല്ലാവർക്കും ചെയ്യാം. അല്ല, പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ സരസമായിട്ട്. പക്ഷെ നമ്മളെപ്പോഴും അത് അങ്ങനെ ഒരു പൊതുവേദി ഒരിക്കലും ഒരു സ്ത്രീ വിരുദ്ധ നിലപാട് ശരി. ഇന്ന് ഞാൻ കുറേ സ്ത്രീകളെ പ്രതീക്ഷിക്കുകയാണ്. അവർക്ക് എന്താണ് ഇതേപ്പറ്റി പറയാനുള്ളതെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ സ്ത്രീകളായ പ്രേക്ഷകരുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ അവസരം കൊടുക്കണമെന്നാണ് ഇന്ന് ഞാൻ വിചാരിക്കുന്നത്. കോളർമാരുടെ ഏതായാലും കണ്ണൻ കൂടി എന്നോടൊപ്പം ചേരുന്നു. ശ്രീ കണ്ണൻ, നമസ്തേ സാർ. നമസ്കാരം. ഈ കേരളത്തിൽ കൊറിയർ സർവീസ് ഒരു മാതൃകയായി ഇപ്പോൾ KSRTC പരീക്ഷിക്കുകയാണ്. 43 ഡിപ്പോകളിലും കോയമ്പത്തൂരും നാഗർകോവിലും ഒക്കെ KSRTC കൊറിയർ സർവീസ് ആരംഭിച്ചു. അത് തുടക്കത്തിൽ വിജയമാണ് എന്ന് കാണുന്നു. 2.5 വർഷം കൊണ്ട് 12 കോടിയോളം ലാഭമുണ്ടാക്കി. അപ്പോൾ അങ്ങനെയുള്ള ബദൽ മാർഗങ്ങൾ വിജയിക്കും എന്ന് ശ്രീ കണ്ണന് തോന്നുന്നുണ്ടോ? സാറേ, കേരളത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഉടനെ. കാരണം ഇപ്പം നമുക്ക് ഈ KSRTCയിൽ പഴയ പെൻഷൻ വാങ്ങിച്ചു മരുന്ന് വാങ്ങിക്കുന്നവരും പിന്നെ ഈ നമ്മുടെ ഗവൺമെന്റ് തന്നെ പൈസ അങ്ങോട്ട് കൊടുത്തിട്ടാണ് ഈ ഒരു KSRTC നിലനിൽക്കുന്നത് തന്നെ. ഇപ്പൊ അങ്ങനെയുള്ള പിന്നെ ഈ പ്രൈവറ്റ് ബസ് അവരുടെയും തൊഴിലാളികളുടെയും അതിന്റെ ഓർഡേഴ്സിന്റെയും അങ്ങനെയുള്ള കാര്യങ്ങളും അപ്പൊ എല്ലാം കൂടി ആലോചിച്ച് നോക്കുമ്പം ഈ ഒരു പ്രസ്താവന തന്നെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം അവര് ഏറ്റെടുത്ത് നടപ്പിലാക്കണ്ടായിരുന്നു എന്നാണ് എന്റെ ഒരു പൊതുവെ ഒരു കാഴ്ചപ്പാട്. പക്ഷേ ഇത് മറ്റ് പല സംസ്ഥാനങ്ങൾക്ക് ഇതൊക്കെ കൊടുക്കാൻ കഴിയുന്നുണ്ട് ശ്രീ കണ്ണൻ. ഇപ്പോൾ സൗജന്യ വൈദ്യുതി കൊടുക്കാൻ കഴിയുന്നുണ്ട്, ചിലർക്ക് ഇങ്ങനെ സൗജന്യ യാത്ര. എന്തുകൊണ്ടൊരു സർക്കാരിന് അത് കഴിയുന്നില്ലല്ലേ? വരുമാനം ഉണ്ടാക്കേണ്ടത് സർക്കാരിന്റെ കൂടി ഉത്തരവാദിത്തം. ഇവിടെ മറ്റ് സ്റ്റേറ്റിനെ പോലെ അല്ല സാർ, ഇവിടെ നമുക്ക് വരുമാനം കുറവല്ലേ. വരുമാനം ഉണ്ടാക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? വരുമാനം എങ്ങനെയാ വരുന്നത്? ഇവിടെ കൂടുതൽ ഉത്പാദനവും വ്യവസായശാലകളും വരുമ്പോഴാണല്ലോ വരുമാനം ഉണ്ടാകുന്നത്. അപ്പൊ അതിനുള്ള വഴി ആരാണ്? നമ്മൾക്ക് ഇവിടുത്തെ നമ്മുടെ സ്ഥല സൗകര്യക്കുറവും അങ്ങനെ പല പല കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പം മറ്റു അല്ല, നമുക്ക് ഇതിനേക്കാൾ സ്ഥല പരിമിതികളുള്ള സ്ഥലങ്ങൾ ഇത് ചെയ്യുന്നില്ലേ? അപ്പോൾ നമ്മൾ ആ കാര്യങ്ങൾ കണ്ടുപഠിക്കാനും നമ്മുടെ ഈ പ്രതിസന്ധികളെ എങ്ങനെ അതിജീവിക്കാനും നമ്മൾ ശ്രമിക്കാൻ എങ്ങനെ കഴിയുമെന്ന് നമ്മൾ ആലോചിക്കണം. ഇപ്പൊ ഇവിടെ IT മേഖല കൂടുതൽ ഫ്രീ കൊടുക്കുമ്പോൾ ആൾക്കാർ മടിയന്മാരായി വരുന്ന ഒരു സാഹചര്യം നമ്മൾ പലയിടത്തും കാണുന്നുണ്ട്. അപ്പൊ നമ്മളുടെ മറ്റേ സ്റ്റേറ്റിലെ കണക്കല്ല. അല്ലല്ല, ആളുകൾ മടിയന്മാരാകുകയല്ലേ. ഇപ്പൊ ആള് ഒരു യാത്ര ചെയ്യുന്നത് ഒരു പ്രതിസന്ധിയിലാണല്ലോ. ഇപ്പോൾ ഒരു സ്ത്രീ നിത്യേന KSRTCയിൽ യാത്ര ചെയ്യുമ്പോൾ അവർ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ജോലിക്ക് പോകുന്നത്. അപ്പോൾ അവർക്കൊരു ചെറിയ സമ്പാദ്യവും സേവിങ്സും ഉണ്ടാകുന്നു. അങ്ങനെയുള്ള കുടുംബങ്ങളെ മാത്രം കണ്ട് എടുത്തുകൊണ്ട് അവർക്ക് സ്പെഷ്യലായിട്ട് ഒരു കാർഡ് കൊടുക്കുക, അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ശരി, ഓക്കെ. അപ്പോൾ അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ സൂപ്പി വെള്ളമുണ്ടയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ സൂപ്പി, ഇപ്പോൾ നമ്മുടെ ഇങ്ങനെ ഇത് മുന്നോട്ട് പോകുന്നുണ്ട്, ചുരുങ്ങിയ വാക്കുകളിൽ. സൂപ്പി, നമസ്കാരം. നമസ്കാരം. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ശൈലി ഒന്ന് മാറണം. എന്റെ ശൈലി മാറണം? അതെന്താ? എന്റെ ശൈലി ശരിയായ ശൈലി അല്ലേ? ഇപ്പൊ തമാശ പറഞ്ഞാ ഞാന് മനസ്സിലായിക്കോളി. നിങ്ങൾ രാവിലെ വാർത്തയെ പറയുന്നത് ഇടയ്ക്ക് വാർത്ത പറയുമ്പോ ഒരു ഇതായിക്കൊണ്ടാ പറയാ. അതെന്ന് വെച്ചാൽ അങ്ങനെ ആയിരിക്കുന്നു ഒരു ഊന്നി പറയല്. അത് ആയിരിക്കുന്നു. അത് ശ്രീ സൂപ്പി, ഞാൻ ശ്രീ സൂപ്പിയോട് ഒരു രഹസ്യം പറയട്ടെ. ഓരോരുത്തർക്കും ഓരോ ശൈലിയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ ശൈലി രസമില്ലാന്ന് വിചാരിക്കും. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയണം. സൂപ്പി ഒരു സിനിമ എടുക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു നായകനായി വരുന്ന ഒരല്പം ഇങ്ങനെ ചെരിഞ്ഞാണ് നടക്കുന്നതെന്ന് വിചാരിച്ചാൽ സൂപ്പി അയാളോട് എന്ത് പറയും? ഇങ്ങനെ ചെരിഞ്ഞ് നടക്കണ്ട, നേരെ നടക്കണം എന്ന് പറയില്ലേ? പക്ഷെ ആ ചെരിഞ്ഞ് നടക്കുന്നതിനെ മലയാളി ഇത് ഇഷ്ടപ്പെടുന്നു.
ഇഷ്ടപ്പെടുക എന്ന് മാത്രമല്ല നെഞ്ചേറ്റുന്നു, അതുപോലെ അത് കാണാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഒരു ശൈലി ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ അത് ശരിയായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ പക്ഷെ ജനം അത് ആഗ്രഹിക്കുന്നു, അങ്ങനെ സംഭവിക്കും. അത് ഓരോ ശൈലിയും നമ്മൾ വിചാരിക്കുന്ന ഒരു സ്ഥിരം സംവിധാനത്തിൻ്റെ രീതിയിൽ വന്നോളണമെന്നില്ല, പക്ഷേ അത് മാറും, അതാണ് അതിലെ കാര്യം. ബസിന്റെ കാര്യത്തില് സൂപ്പി KSRTC-യിൽ ധാരാളം യാത്ര. ഞാൻ ഇന്ന് കുറെ സ്ത്രീകളെ പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ സ്ത്രീകൾ ആയിട്ടുള്ള നമ്മുടെ നിരവധി പ്രേക്ഷകരുണ്ട്. അപ്പോൾ അവർക്ക് ഈ സൗജന്യം കിട്ടുന്നതിനെ കുറിച്ച് ഒന്നും പറയാനായിട്ട് ആരും വരുന്നില്ലല്ലോ എന്ന് ആയിരിക്കും. അപ്പൊ സൂപ്പി എന്ത് വരുന്നു? സൂപ്പി നിരന്തരം ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളാണോ? ഞാൻ ഫ്രീ ആണ്. ശരിയാണ്. എനിക്ക് ഭിന്നശേഷിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. പക്ഷെ ഓവർ ഇതില്ല, സൂപ്പർ ഫാസ്റ്റ് ഒന്നുമില്ല. ഓർഡിനറി 40 കിലോമീറ്റർ പ്രൈവറ്റ് ബസ്സില്, മറ്റേ ബസ്സില് ഫുള്ളുണ്ട്. അപ്പൊ അത് പിന്നെ ഭിന്നശേഷിക്കാർക്ക് എല്ലാവർക്കും ഒന്നും ഇല്ല, കാരണം കാലിലുള്ള എല്ലാവർക്കൊന്നും ഇല്ല. ഈ കണ്ണിന്റെ പ്രശ്നമുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സ്ത്രീകൾക്ക് എന്നെ സംബന്ധിച്ച് പറയാന്ന് വെച്ചാൽ, സ്ത്രീകൾക്ക് ഇപ്പൊ എന്താ, സ്ത്രീകൾ ഈ പിന്നെ സൗജന്യ ഏജൻസി ഒന്നായിട്ട് ഇറങ്ങിച്ചല്ലോ, പിന്നെ അവര് താളരുക, ഇതേടെ നമ്മളിങ്ങനെ പോകുന്നത്, അതൊക്കെ ഇതുണ്ടാവൂല എന്നാണ് എന്റെ അഭിപ്രായം. സ്ത്രീകൾ വീട്ടിൽ തന്നെ ഇരിക്കുള്ളൂ. പിന്നെ അതിനിങ്ങനെ സൗജന്യമായിട്ട് ഇങ്ങനെ നിരന്തരം എല്ലാവരും ഇങ്ങനെ പോകില്ല, ആവശ്യത്തിന് മാത്രമേ പോവുള്ളൂ. കാരണം ക്ഷീണം വരും ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ. അതിപ്പോ അങ്ങനെ സൗജന്യം കിട്ടാൻ വേണ്ടി അങ്ങനെ യാത്ര ചെയ്യുന്ന അത് അധികകാലത്തേക്ക് ഉണ്ടാവില്ല. അവർ ജോലിയും മറ്റു കാര്യങ്ങളുമായി പോകുമ്പോൾ അവർക്കൊരു അഡീഷണൽ വരുമാനം വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു നഷ്ടമില്ലാതെ കുറച്ച് അവർക്ക് സേവ് ചെയ്യാൻ കഴിയും, കുറച്ച് പണം നീക്കിയിരിപ്പ് ഉണ്ടാവും എന്ന ഒരു പ്രതീക്ഷയാണ് വരുന്നത്. അതെ അതെ, അത്രേ ഉള്ളൂ. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം, അപ്പോൾ കൃത്യവുമാണ്. അപ്പോൾ എന്നോടൊപ്പം പിന്നെ നമ്മുടെ ഷിജു ചേർന്നിട്ടുണ്ട്. പിന്നെ ഷിജു എന്നോട് ചോദിക്കുന്നത്, എൻ്റെ മോൻ 10ാം ക്ലാസ് പാസ്സായില്ല, അപ്പോൾ അവൻ്റെ അടുത്ത പരിപാടി എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാനത് നമ്മളായിട്ട് അങ്ങനെ ഒരു കാര്യം പറയുന്നില്ല, അവർക്ക് ഒരു അവസരം കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായും. അവർ തന്നെ തീരുമാനിക്കട്ടെ, അതിനുവേണ്ടിയൊക്കെ ഞാൻ കുറച്ച് സമയം അങ്ങനെ കൊടുത്തിരിക്കുകയാണ് ഷിജു. അപ്പോൾ ശശിധരൻ പിള്ള എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ജയകുമാർ, ഞാനിപ്പോൾ കമൻറ്റിൽ ഒതുങ്ങി വിളിക്കുന്ന പണി നിർത്തിയെന്ന്, അതുകൊണ്ട് ഞാനും മനു ഇപ്പോൾ നല്ല ഫ്രണ്ട്സാണെന്നാണ് പറയുന്നത്. അങ്ങനെ ശശിധരൻ പിള്ള ഇങ്ങനെ ചിന്തിക്കേണ്ട കാര്യം ഇല്ല. നമ്മളിപ്പോൾ എപ്പോഴും വിളിക്കുമ്പോൾ വേറെ ആളുകൾ കൂടി അവസരം കൊടുക്കുക എന്നുള്ളത് ഒരു വലിയ ഘടകമാണ്. അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരാൾ തന്നെ എല്ലാ ദിവസവും 5 മിനിറ്റ് ഇങ്ങനെ അയാൾക്ക് സംസാരിക്കാൻ ഒരു ടെലിവിഷൻ ചാനലിൽ സമയം അനുവദിക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങ് വിളിക്കുന്ന ദിവസം നമുക്ക് ധാരാളം സംസാരിക്കാം, അതിൽ പിണങ്ങേണ്ട കാര്യം ഒന്നുമില്ല. ശ്രീ രത്നാകരൻ എന്നോടൊപ്പം ചേരുന്നു ബാംഗ്ലൂരിൽ നിന്ന്. ശ്രീ രത്നാകരൻ, അവിടെ ബാംഗ്ലൂരിൽ സ്ത്രീകൾക്കൊക്കെ സൗജന്യ യാത്രയാണ്. കേരളത്തിൽ അത് വന്നാൽ എന്ത് സംഭവിക്കുമെന്നാണ് ശ്രീ രത്നാകരൻ കരുതുന്നത്? ഇവിടെ ഞാൻ പറയുന്നത്, ബാംഗ്ലൂരിൽ തുടങ്ങിയിട്ട് 2 വർഷത്തിന് മേലെയായി. ഇവിടെ വലിയ കുഴപ്പമില്ല, ഇത് ഓടുന്നുണ്ട്. അതിന് കാരണമുണ്ട്. സ്ത്രീകൾക്കെല്ലാം സൗജന്യ യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? സ്ഥിരമായി നല്ല സുഖമായി. അതിലൊക്കെ അവിടുത്തെ നമ്മുടെ മലയാളികളും ഒക്കെ ആയിട്ടുള്ള സ്ത്രീകൾ എന്താ പറയുന്നത്? നല്ല പരിപാടി എന്ന അർത്ഥത്തിലാണോ പറയുന്നത്? നല്ല പരിപാടി എന്ന് അവർ പറയുന്നത്. ഇത് മാക്സിമം ഫാക്ടറികൾക്ക് ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ നല്ലൊരു കാര്യമാണിത്. അത് ശരി. പക്ഷെ ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ, ഇവിടെ ബാംഗ്ലൂർ ഓൾറെഡി പിന്നെ ഒരു ലാഭത്തിലോടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ ഇവിടുത്തെ കർണാടക ട്രാൻസ്പോർട്ട് KSRTC. എല്ലാം ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ഇവിടെ വലിയ എഫക്ട് ആവുന്നില്ല. അത് ഒന്നും ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് പറയാനുള്ളത്, കേരളത്തിൽ ഇത് ഞങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് നഷ്ടത്തിലോടുന്ന ഡിപ്പാർട്ട്മെന്റ് എന്നാണ് കേട്ടോണ്ടിരിക്കുന്നത്. പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം, ഒരു ഇത് ഡിപ്പാർട്ട്മെന്റ് ഇനിയും ഇങ്ങനെ ഒരു വലിയൊരു ഭാരം ഏറ്റെടുക്കാൻ പറ്റുമെന്നുള്ള സംശയമാണ്. അപ്പോൾ മറ്റേ ഇതര വരുമാന മാർഗങ്ങൾ KSRTC കണ്ടെത്താനാകുമോ? ഇപ്പോൾ കൊറിയർ ഒരു കാര്യം അറിയുന്നു, മറ്റെന്തെങ്കിലുമൊക്കെ വഴികളുണ്ടോ ഇതുപോലെ? അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇവിടെ കൊടുക്കേണ്ട വലിയ തുക, വലിയൊരു, ഇന്നിപ്പോ ഇവിടെ നിങ്ങളെ TV തന്നെ കാണിച്ചിരുന്നു, വലിയൊരു 90-90 കോടി രൂപയ്ക്കാണ് ഇതുണ്ടാവും പറയുന്നത്. അത്ര വലിയ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന സംശയമാണ് എനിക്ക്. പിന്നെ രണ്ടാമത്തത് വരാൻ പോകുന്നത് യൂണിയൻ. പിന്നെ ഇവിടെ ഏറ്റവും വലിയ പ്രതിസന്ധി കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് പ്രൈവറ്റ് ബസ്സുകൾ. പ്രൈവറ്റ് ബസ്സിന്റെ അസോസിയേഷൻ്റെതും ഒരു വലിയൊരു പ്രശ്നങ്ങൾ ഇപ്പൊ തുടങ്ങും. അതും സാധ്യതയുണ്ട്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് സ്ത്രീകളുടെ കൂടി ഞാൻ ഈ പരാമർശങ്ങൾ കേൾക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ എന്നോടൊപ്പം ജയകുമാർ ചേർന്നിട്ടുണ്ട്. ശശിധരൻ പിള്ള, അദ്ദേഹത്തിന് ഇപ്പം ഞാനുമായിട്ട് നല്ല സൗഹൃദമാണെന്ന് പറയുന്നുണ്ട്. അപ്പം നല്ല ഫ്രണ്ട്സാണെങ്കിലും ഞാൻ അദ്ദേഹത്തെയും പ്രതീക്ഷിക്കുകയാണ് എല്ലാ ദിവസവും. അപ്പോൾ ക്യാപ്റ്റൻ മല്ലൂസ് എന്നോട് പറയുന്നു ഓക്കെ എന്ന് പറയുന്നു. കിഷോർ കോന്നി എന്നോട് ഹായ് മനു എന്ന് പറയുന്നു. ഷിജു കിരിയത്ത് പറയുന്നു രഘുനന്ദൻ ഡിഡ് എ സെൻസിബിൾ കമൻറ്റ് എന്ന് പറയുന്നു. ഓക്കെ.
അതൊരു സെൻസിബിൾ കമൻറ്റ് തന്നെ ആയിരുന്നു എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. ഓക്കെ, ഗൗതം എന്നോട് ചോദിക്കുന്നു, മനു ഞാൻ ചോദിക്കട്ടെ, ഇത് KSRTCക്ക് എത്ര നഷ്ടം വരും? ലൈവ് ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും പൈസ കൊടുക്കണ്ടേ, ഇത് എവിടുന്ന് കൊടുക്കും എന്ന് എന്നോട് ഗൗതം ചോദിക്കുന്നു. അതിന് മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ KSRTCക്ക് കഴിയും എന്നാണ് അവരിപ്പോൾ കണക്കാക്കുന്നത്. ഇത് ഫലത്തിൽ വരുമ്പോഴേ നമുക്കിത് മനസ്സിലാവും. കൊറിയർ സർവീസ് എത്ര ലാഭമുണ്ടാക്കാം, അല്ലെങ്കിൽ മറ്റെന്തൊക്കെ സർവീസുകൾ ലാഭമുണ്ടാക്കാം, നിലവിലെ ടിക്കറ്റ് നിരക്കുകൾ കൂട്ടേണ്ടതുണ്ടോ, ഏതൊക്കെ വിഭാഗങ്ങൾക്ക് ഇത് കൊടുക്കാൻ കഴിയും, ഓർഡിനറിയിലാണോ, ഫാസ്റ്റിലാണോ, സൂപ്പർ ഫാസ്റ്റ് വരെ കൊടുക്കാൻ കഴിയുമോ, അതോ എല്ലാ സർവീസുകളിലും കൊടുക്കാൻ കഴിയുമോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കിയിട്ടേ അത് പറയാൻ പറ്റുള്ളൂ. ഗൗതമിനെ ഇപ്പോൾ കുറേ ദിവസമായിട്ട് കാണാനില്ല. സംഘ് പരിവാർ വിൽ മേക്ക് ആൻ അൺനെസസറി സ്ട്രൈക്ക് റിലേറ്റഡ് ടു ദിസ് ഫോർ ഷുവർ, പബ്ലിക് ഷുഡ് നിഗ്ലെക്ട് ദിസ് എന്ന് എന്നോട് ഷിജു പറയുന്നു. അതിന് അങ്ങനെ ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. അപ്പോൾ സ്ത്രീ കണ്ണുനീർ ദാറ്റ് ഇറ ഈസ് ഗോൺ, രഘുനന്ദനൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്ത്രീ കണ്ണുനീരായ കാലം പോയി എന്നുള്ളതാണ്. കണ്ണുനീരായ കാലം പോയതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇത്തരം പുതിയ സപ്പോർട്ട് ഭരണകൂടങ്ങൾ നൽകേണ്ടത്. ഓരോ കൊല്ലവും ശതകോടികൾ ചിലവാക്കി നടത്തുന്ന ആവശ്യമില്ലാത്ത സർവകലാശാലകൾ അടച്ചുപൂട്ടണം. കേരളത്തിലാകെ 2 സർവകലാശാലകളെ ആവശ്യമുള്ളൂ. എന്നിട്ട് ആ പണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിനിയോഗിക്കണം എന്ന് എന്നോട് DRMP മണി പറയുന്നു. അപ്പോൾ ഓരോ കൊല്ലവും ശതകോടികൾ ചിലവാക്കി ആവശ്യമില്ലാത്ത സർവകലാശാലകൾ നടത്തുന്നു. സർവകലാശാലകൾ ഡോക്ടർ MP മണിയാണ് ഇത് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള പല ധൂർത്തുകളും ഒഴിവാക്കി വന്നാൽ നമുക്ക് ഇത് പരിഹരിക്കാൻ കഴിയും എന്നാണ് ഞാനും വിചാരിക്കുന്നത്. കാരണം ഒരുപക്ഷെ ആവശ്യമില്ലാത്ത പല ധൂർത്തുകൾ എല്ലാ സർക്കാരുകളും, ഞാനിപ്പോൾ ഒരു സർക്കാരിനായിട്ട് പറയല്ല, അതൊക്കെ ഒന്ന് കുറേ കൂടി ക്രമീകരിച്ച് ഇങ്ങനെ കൃത്യമായ ജനങ്ങളിലേക്ക് എത്തുന്ന പദ്ധതികൾക്ക് കൂടുതൽ പിന്തുണ നൽകിയാൽ അത് നന്നായിരിക്കും എന്ന ആ അഭിപ്രായം എനിക്കുമുണ്ട്. ഇന്നലെ ആശാ വർക്കർമാർക്ക് വേതനം വർദ്ധിപ്പിച്ചതിന് സെക്രട്ടേറിയറ്റിൽ ആഹ്ലാദ പ്രകടനം നടത്തിയതിനെതിരെ ചിലർ ദുഃഖാചരണം നടത്തിയ അവിടെ വേതനം കൂട്ടിയതിനെതിരെ കണ്ടായിരുന്നു എന്ന്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. ഞാനത് ആളുകൾ കിട്ടട്ടെ. ആണുങ്ങൾക്ക് കാശ്, പെണ്ണുങ്ങൾക്ക് ഓസ്, അത് കൊള്ളാലോ. അത് നമ്മുടെ അക്യൂറിയസ് ആണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് കിട്ടട്ടെ, എല്ലാവർക്കും പരമാവധി ആനുകൂല്യങ്ങൾ കിട്ടട്ടെ. പ്രത്യേകിച്ച് നമുക്കറിയാലോ, സ്ത്രീകൾ അവർ വീട്ടിലെ ഒരുപാട് പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും എല്ലാം നോക്കിയാണ് അവർ വീടുകളിലേക്ക് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതൊക്കെ കഴിഞ്ഞ് ആണ് അവർ ജോലിക്കെത്തുന്നത്. അപ്പോൾ ആ സമ്മർദ്ദം, അതിൻ്റെ ചിലവ്, അപ്പോൾ ഇതൊക്കെ അവർക്കൊരു നേട്ടമായി വരും എന്നാണ് ഞാനും വിചാരിക്കുന്നത്. സ്ത്രീകളെ നിൻ്റെ വീട്ടിൽ സ്ത്രീകളല്ലേ ചോറ് വയ്ക്കുന്നത്, അതൊരു കുറവായി ആരെങ്കിലും കാണുന്നുണ്ടോ? ചിലപ്പോൾ നമ്മളും ചോറ് വെക്കേണ്ടി വരും, അതെങ്ങനെയാണെന്ന് വയ്ക്കുന്നു. അപ്പോൾ സ്ത്രീകൾ ചോറ് വയ്ക്കുന്നതിന് ഞാൻ കുറ്റമൊന്നും പറഞ്ഞില്ല. സ്ത്രീകൾ ചോറ് വയ്ക്കുന്ന വീടുണ്ടാകും. പക്ഷേ സ്ത്രീകൾ ചോറ് വയ്ക്കാൻ മാത്രം ആണ് എന്ന ഇതിനെയാണ് ഞാൻ എതിർത്തത്. ഹമീദിനെ അത് വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു എന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു നിലപാട് തന്നെയാണ്. സ്ത്രീകൾ മാത്രമല്ല, ചോറ് വയ്ക്കുക എന്നൊക്കെയുള്ള വീട്ടിൻ്റെ പൊതു ഉത്തരവാദിത്തമായി എന്നേ മാറിക്കഴിഞ്ഞു ഹമീദ്. അത് ഇപ്പോൾ ഒരു വീട്ടിൽ ആരുടെയെങ്കിലും ഒരാളുടെ മാത്രം ഉത്തരവാദിത്തമല്ല, വീട്ടിലെ എല്ലാ ജോലികളും എല്ലാവരും ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു. ഈ ഹമീദിനിപ്പോൾ സ്ത്രീകൾ വീട്ടിൽ ചോറ് വയ്ക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഞാനിവിടെ തിരുവനന്തപുരത്താണല്ലോ താമസിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും എൻ്റെ വീട്ടിൽ അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണല്ലോ, അപ്പോൾ ചോറൊക്കെ വെക്കേണ്ടി വന്നാൽ വെക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ ജയകുമാർ എന്നോടൊപ്പം പറയുന്നത് സുനിൽ സമയത്ത് വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. കണ്ണൻ ഈസ് എ BJP സപ്പോർട്ടർ, ദാറ്റ് ഈസ് വൈ ഹിസ് കമൻറ്റ് ഈസ് ലൈക്ക് ദാറ്റ് എന്ന് പറയുന്നു. അബൂബക്കർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. പ്രമോദ് നാണു, നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ, എന്നോടൊപ്പം ചേർന്നു. രാജുവണ്ണനായിട്ട് എന്തെങ്കിലും തരികിട കാണിച്ച് ലാഭം കണ്ടെത്തി തന്നെ എന്ന് നമ്മുടെ ആൻ്റണി രാജുവിനെ പറയുകയാണ്. തരികിട കാണിക്കാതെ തന്നെ നമുക്ക് സ്ട്രൈറ്റ് ഫോർവേഡായി ഈ ഒരു സംവിധാനത്തിന് ലാഭം കണ്ടെത്താൻ കഴിയണം. മനു, ഹായ് മനു, സുഖമാണോ എന്ന് പറയുന്നു. നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് സബ്ജക്റ്റ് എന്ന് സതി ബാബുരാജ് പറയുന്നു. ഞാനൊരു സ്ത്രീകളുടെ പ്രതികരണത്തിന് കാത്തു നിൽക്കുകയായിരുന്നു. നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ സബ്ജക്ട് ബിക്കോസ് അവർ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ദിസ്. ടുമോറോ ആർ ഫസ്റ്റ് ആനിവേഴ്സറി ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ, പ്ലീസ് പേ ഫോർ അസ്. എൻ്റെ എല്ലാവിധ ആശംസകളും ശ്രീ സതി ബാബുരാജിനോടൊപ്പം ഉണ്ട്. മറ്റൊരു വനിതാ പ്രേക്ഷക എന്നോടൊപ്പം യൂട്യൂബിൽ ചേരുന്നു. സൗമ്യ, ശ്രീമതി സൗമ്യ ബാംഗ്ലൂരിൽ നിന്നാണ്. ഫ്രീ is only for ordinary buses. If it is our neighboring state, I think they will issue ticket from Kerala border എന്ന് പറയുന്നു. അപ്പോൾ ഇവർ പറയുന്നത് ഇവർ ബാംഗ്ലൂരിലെ കാര്യമായിരിക്കും എന്നാണ് പറയുന്നത്. അവിടെ ഓർഡിനറി ബസ്സുകൾക്കാണ് കൂടുതലായും ഈ സൗജന്യം ഉള്ളത് എന്ന് പറയുന്നു. ഇറ്റ് ഈസ് ഫോർ നൈബറിംഗ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നു. മറ്റൊരു നമ്മുടെ സ്ഥിരം പ്രേക്ഷക
ശ്രീമതി സെബീന സുൽഫി എന്നോടൊപ്പം ചേരുന്നുണ്ട്. ലിംഗവ്യത്യാസമില്ലാതെ അർഹതയുള്ളവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് എന്നാണ് ശ്രീമതി സെബീന സുൽഫിയുടെ ഒരു നിലപാട്. അപ്പം എല്ലാ സ്ത്രീകൾക്കും കൊടുക്കുന്നതിന് പകരം സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് കൊടുക്കുക എന്നുള്ള. അപ്പോൾ ഈ ഓർഡിനറി സാധാരണ ബസ്സുകളിലൊക്കെ യാത്ര ചെയ്യുന്നത് സാധാരണഗതിയിൽ ഒരു ലോവർ മിഡിൽ ക്ലാസ്സോ അല്ലെങ്കിൽ അതിൽ താഴെയുള്ള ആളുകൾക്ക് ഇപ്പോൾ ഇന്ന് പറ്റാവുന്ന സ്ത്രീകളൊക്കെ ഒരു ചെറിയ സ്കൂട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾക്ക് വാങ്ങിച്ച് പരമാവധി അവർ അതിലൊക്കെ പോകുന്നത്. അപ്പോൾ ഒട്ടും ബുദ്ധിമുട്ട് ഉള്ള അല്ലെങ്കിൽ ഒട്ടും ഇതിനൊന്നും പറ്റാത്ത ആളുകളാണ് സ്വാഭാവികമായും ഇങ്ങനെയൊക്കെ ഉള്ള ബസ്സിലേക്കൊക്കെ വരാനൊക്കെ ഇപ്പോൾ പ്രയാസപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരാണ് വരുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ ശ്രീമതി സെബീന എന്നോട് പറയുന്നത് ലിംഗവ്യത്യാസമില്ലാതെ അർഹതയുള്ളവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലതെന്ന്. ആണുങ്ങൾക്ക് ടിക്കറ്റ് ഇരട്ടി വില ആക്കും എന്ന് എന്നോട് അക്വേറിയസ് പറയുന്നുണ്ട്. ഇതുപോലുള്ള കള്ള വാഗ്ദാനങ്ങൾ നൽകി UDF അധികാരത്തിലേറിയത് സൗജന്യ യാത്ര എന്ന വാഗ്ദാനം നിന്ന് പുറകോട്ട് വേണ്ടിയാണ് ഈ ചർച്ച തന്നെ സംഘടിപ്പിക്കുന്നതെന്ന് എൻ്റെ അജിത് കുമാർ മാറോലി. എങ്ങനെയാണ് അങ്ങക്കിത് പറയാൻ കഴിയുന്നത്? ഇത് ഞങ്ങൾ ഈ ചർച്ച സംഘടിപ്പിക്കുന്നത് പിന്നോട്ട് പോകാനാണെന്ന്. എന്തിനേയും ഇങ്ങനെ ഒരു രാഷ്ട്രീയമായി കണ്ട് ദുഷ്ടലാക്കോടുകൂടി മാത്രം ചിന്തിക്കാൻ എങ്ങനെയാണ് അങ്ങേക്ക് കഴിയുന്നത്? നമ്മളെല്ലാവരും ഓരോ രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരായിരിക്കാം എന്ന് കരുതി എല്ലാറ്റിനെയും രാഷ്ട്രീയം കണ്ടുകൊണ്ട് നമ്മൾ ഇത് ചെയ്യേണ്ട കാര്യമുണ്ടോ? അപ്പോൾ എക്വേറിയസ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആണുങ്ങൾ KSRTC ബഹിഷ്കരിക്കണമെന്ന്. എൻ്റെ എക്വേറിയസ് എന്തൊക്കെയാണിത്? അപ്പോൾ ആണുങ്ങളെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ സമൂഹത്തിലെ വേറിട്ടൊരു വിഭാഗമല്ല. നമ്മളൊരു കുടുംബത്തിലെ അംഗം തന്നെയാണല്ലോ. സ്ത്രീകൾക്കൊരു കാര്യം കിട്ടുമ്പോൾ നമ്മളതിൽ സന്തോഷിക്കില്ലേ വേണ്ട. ആണുങ്ങൾ പ്രൈവറ്റ് ബസ്സിൽ കയറി അവരെ സഹായിക്കാൻ തയ്യാറാകണം എന്നാണ് അക്വേറിയസിൻ്റെ നിലപാട്. കൊള്ളാം. അപ്പോൾ അബൂബക്കർ എന്നോട് പറയുന്നത് KSRTC ബസ്സിൽ എന്ന് മാത്രമേ ഗ്യാരണ്ടിയിൽ പറഞ്ഞുള്ളൂ എന്ന് എന്നോട് ചോദിക്കുന്നു. ശ്രീമതി സൗമ്യ എന്നോട് പറയുന്നത് ഐ മെൻറ്റ് വൺ ബുക്ക് a ticket from Thrissur to Coimbatore, KSRTC will issue ticket from Kerala border എന്നാണ് പറയുന്നത്. തൃശ്ശൂരിൽ നിന്ന് കോയമ്പത്തൂർ വരെ പോകുമ്പോൾ അത് കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യും എന്നാണ് അവർ ഉദ്ദേശിച്ചതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കൃഷ്ണൻകുട്ടിയൊക്കെ എന്നോടൊപ്പം ഉണ്ട്. ശ്രീ ശരത്ത് ബാലരാമപുരത്ത്. ശരത്ത്, ഇങ്ങനെ നിറയെ പ്രേക്ഷകരുള്ളതുകൊണ്ടാണ് ചുരുങ്ങിയ വാക്കുകളിൽ. അപ്പോൾ എന്തായാലും കേരളത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അവസരം വന്നല്ലോ. അപ്പോൾ എന്തായാലും ഒരു മാസത്തിൽ തന്നെ ഒരാഴ്ച ടിക്കറ്റ് എടുക്കുകയും അടുത്ത ഒരാഴ്ച ഫ്രീ ആയിട്ട് കൊടുക്കുകയും ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. അതേപോലെ തന്നെ അസുഖങ്ങളുള്ളവരോ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്തി അവർക്കും കൂടെ പോകുന്നതിന് വേണ്ടി ഒരു പാസ് തയ്യാറാക്കും. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്കൊരു ലാഭം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീ മൈക്കിൾ, ചുരുങ്ങിയ വാക്കുകൾ. സാറേ, ഒന്ന് രണ്ട് കാര്യം പറയാം. നമസ്കാരം സാറേ. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ വിഷയമായതുകൊണ്ടാണ്. നമുക്കല്ലേ വനിതകൾക്ക് മറ്റേ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചപ്പം എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും സൗജന്യ യാത്ര കൊടുക്കണം. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ ഗ്രാമീണ മേഖലയിലുള്ള സ്ത്രീകളെയും കൂടെ പരിഗണിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ളത് ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളെ, അവരും സ്ത്രീകളാണ്, അവർക്ക് മുൻഗണന കൊടുക്കണം. പിന്നെ മറ്റൊരു കാര്യം പിന്നെ മുൻഗണനയും പിൻഗണനയും അല്ല അന്നേരം വേറെ കാര്യമുണ്ട് സാറേ. ഞാൻ ഇടുക്കിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞാൻ വസിക്കുന്ന സ്ഥലത്ത് KSRTC പ്രൈവറ്റ് ബസ്സിൽ പോയിട്ടാണ്, കുറെ ദൂരം പോയിട്ടാണ് KSRTC പോകേണ്ടത്. ഇവിടെ KSRTC ബസ്സൊന്നുമില്ല. അപ്പൊ ഇവിടുത്തെ സാധാരണക്കാരന് KSRTCയിൽ കയറാൻ പറ്റുന്ന ഒരു അവസരം കൂടി ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. കൂടുതൽ ബസ്സുകൾ ആ റൂട്ടുകളിലേക്കൊക്കെ വരണമെന്ന് അല്ലേ? അല്ലല്ല, വനിത കേരളത്തിലെ അർഹതപ്പെട്ട വനിതകൾ കയറണമെങ്കിൽ ബസ്സില്ലാതെ കയറാൻ പറ്റിയല്ലോ. ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല, ഇപ്പൊ ബസ്സില്ലാത്ത ഒരു റൂട്ടിൽ എങ്ങനെയാണ് സൗജന്യം കൊടുക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് അതിന്റെ അല്ല സാറേ, കേരളം അങ്ങനെയല്ലല്ലോ. നമുക്ക് ബസ്സില്ല എന്ന് വിചാരിക്കും, അവിടെ സൗജന്യം കിട്ടുന്നില്ല എന്ന് പറയും. ബസ് ഉള്ളിടത്ത് സൗജന്യം കിട്ടും, അതല്ലേ? ബസ് ഉള്ളിടത്ത് അതാ ഞാൻ പറഞ്ഞത്. സാധാരണക്കാരന് ബസ് ഇല്ലാത്ത സ്ഥലത്താണ് സാധാരണക്കാരൻ താമസിക്കുന്നത്. ബസ് ഇല്ലാത്ത സ്ഥലങ്ങൾ ധാരാളം ഉണ്ടാവും. ഇപ്പൊ തീവണ്ടിയിൽ ഒരു വയസ്സ് കുറഞ്ഞ ഒരാൾക്ക് ഇത് കിട്ടുന്നു. ഇപ്പൊ തീവണ്ടിയിൽ പോകാത്ത ആൾക്ക് എന്ത് ലാഭം എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ലല്ലോ. അപ്പൊ ബസ്സിൽ ഉള്ളിടത്ത് അത് ലാഭം കിട്ടും. ബസ് ഇല്ലാത്തടത്ത് പ്രൈവറ്റ് ബസ്സാണ്, അവിടെ ഇത് ഒരു പക്ഷെ നടപ്പിലാക്കാൻ എനിക്ക് തോന്നുന്നില്ല എളുപ്പമാണെന്ന്. അല്ല, അത് തന്നെ ഞാൻ പറഞ്ഞ കേരളത്തിലെ സ്ത്രീകൾക്ക്, എല്ലാ സ്ത്രീകൾക്കും പരിഗണന കിട്ടണമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് ഈ വിഷയമായിട്ട് പറയാനുള്ളത് സാർക്ക്, നമുക്കറിയാലോ കേരളത്തിലെ ഭിന്നശേഷിക്കാരായ ആളുകളുണ്ട്. ഈ ഭിന്നശേഷിക്കാരായ ആളുകളെ നമുക്കറിയാലോ 20,000 രൂപ വരുമാനമാണ് ഈ KSRTC പറയുന്നത് ഒരു പാസിന് വേണ്ടിയിട്ട്. 20,000 40 കിലോമീറ്റർ ഈ പാസ് എടുത്തിട്ട് 40 കിലോമീറ്റർ പോകും. പക്ഷെ എനിക്ക് പറയാനുള്ളത് അതിലൊരു ഭേദഗതി വരുന്നത് അവർക്ക് കേരളത്തിൽ യാത്ര ചെയ്യുവാനുള്ള ഒരു സൗകര്യം ഈ KSRTC ചെയ്തു കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ വ്യക്തമാണ്. അപ്പോൾ ശ്രീ സുബൈർ കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. സുബൈർ, ഇങ്ങനെ യൂട്യൂബിലും കമന്റുകൾ നിറയാണ്, ചുരുങ്ങിയ വാക്കുകൾ. നമസ്കാരം. നമസ്കാരം. എന്താണ് പ്രശ്നം? ഇതെന്ന് പറഞ്ഞത് ട്രാൻസ്പോർട്ട് ബസ്സിലത്തെ ഇതാ
ചുരുങ്ങിയ വാക്കുകൾ സമയം ഇങ്ങനെ അതിക്രമിക്കുന്നുണ്ടാണ്. അല്ല, ട്രാൻസ്പോർട്ട് ബസ്സിൽ പറഞ്ഞെങ്കിൽ ചെയ്തു കൊടുക്കേണ്ടത് ആവശ്യം തന്നെയാണ്. അല്ലെ ജനങ്ങൾ തിരിച്ചടിക്കും, അത് വേറെ കാര്യം. പക്ഷെ അതിനിപ്പോ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. അവർക്ക് നല്ല നല്ല സ്ഥലങ്ങളുണ്ട്, അവിടെ ബിൽഡിംഗ് പണിയാം, അതിന് ഒരുപാട് ലാഭം കിട്ടും. പിന്നെ പഴയ ഒരുപാട് വണ്ടി കട്ടപ്പുറത്ത് കയറ്റി ഈ പഴയ ഗവൺമെന്റ് ഭരിച്ചിരുന്ന ടൈമിൽ ഒരുപാട് വണ്ടികൾ പുതിയത് വിജയിക്കാണ്ട് പോയ വണ്ടികൾ എടുക്കുന്നുണ്ട്. അതൊക്കെ അവിടെ എടുക്കണം. അതൊക്കെ വിറ്റ് കാശ് മേടിക്കണം, എന്നിട്ട് അവിടെ ക്ലീൻ ആക്കണം. ഇത് അവിടെ ചെന്നൊക്കെ നമ്മൾ ഒരു ഡെപ്പോയിൽ നോക്കിയാൽ ഓരോ വണ്ടി കൈ അംഗവൈകല്യം മാതിരി ആക്സിഡന്റ് എടുക്കണ മാതിരി ഒന്നും ഇല്ലാണ്ട് കിടക്കും. ടയറും ഇല്ല, എഞ്ചിനും ഇല്ല, വെറും ബോഡി മാത്രം. ഇതൊക്കെ ഇട്ട് വെറുതെ സ്ഥലം കളയേണ്ട കാര്യമുണ്ടാ? ഇല്ല. ഇപ്പൊ സെൻട്രൽ ജയിലിൽ എങ്ങനെയാ ലാഭം കിട്ടുന്നത്? അവിടെ ജയിൽ പുള്ളികളെ കംപ്ലീറ്റ് കൊണ്ടുപോയിട്ട് അവിടെ മെസ് ഉണ്ടാക്കി ഇത് കാറ്ററിംഗ് തുടങ്ങി. അവിടെ എത്ര ലാഭമുണ്ട്? നമുക്ക് പുറത്ത് മേടിക്കുന്നതിനേക്കാളും കൂടുതൽ പൈസ, കുറച്ച് പൈസക്കും കിട്ടും, സാധനം കിട്ടും ചെയ്യും. അപ്പൊ അത് വിജയിച്ചില്ല അവിടെ. തൃശ്ശൂർ ഈ സെൻട്രൽ ജയിലിൽ നിന്ന് അവിടെ നോക്കിയാൽ ഭാഗത്ത് നോക്കിയാൽ ക്യാൻറ്റീൻ സൂപ്പറായിട്ട് നടക്കണില്ലേ? ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരുപാട് പിന്നെ ഇത് പറയുമ്പോ തന്നെ അവർ ആലോചിച്ചിട്ടുണ്ടാവുമല്ലോ. നമ്മളിങ്ങനൊക്കെ ചെയ്യുമ്പോൾ ഭരണം കിട്ടും എന്നുള്ള ഉറപ്പ്. പക്ഷെ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യണമെങ്കിൽ നമുക്ക് ഫണ്ട് വേണം. ഇത് എവിടെ നിന്നുണ്ടാവും? ഒന്നാമത് ഇത് വെള്ളാന, ഇത് എപ്പോഴാണ് ഇടിഞ്ഞു പൊളിഞ്ഞാന്നറിയില്ല. ഈ ട്രാൻസ്പോർട്ട് ബസ് നഷ്ടത്തിലേക്കേ പോണത്. സർക്കാർ കാശ് കൊടുത്തിട്ട് ശമ്പളം കൊടുക്കുന്നത് ബാക്കിയുള്ളത്. ഗണേശ് പറയേണ്ടത് ലാഭത്തിലാക്കി. ഇപ്പൊ 1 കോടിയുടെ 1,03,000 1 കോടിയുടെ വണ്ടി അടിച്ചിട്ട് മൂപ്പരുന്ന് ട്രയൽ അടിച്ചത്. അതില് കെൻഡുക്കി വേണമെങ്കിൽ ഓർഡർ ചെയ്താൽ മതി. ഗൾഫിൽ ഇത് ഫ്ലൈറ്റ് സജ്ജീകരണങ്ങൾ, കംപ്ലീറ്റ് സീറ്റിംഗ് കപ്പാസിറ്റി, TV കാണാം, മറ്റേ അത് ചെയ്തിട്ട് യൂട്യൂബ് അത് ഇത് വാങ്ങാം, അതിൽ എല്ലാം ഉണ്ട്. എന്നിട്ട് അതൊക്കെ ചെയ്യാന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ ആൾക്കാർ കണ്ട ഇത്ര പേർക്ക് പൈസ കൊടുത്ത് പോവാ. സാധാരണക്കാര് എല്ലാവരും വണ്ടിക്കാരാണ്. ഇപ്പൊ ഈ കൊറോണ വന്നോടുകൂടിയിട്ട് എല്ലാവരും 2 വീലർ മേടിച്ചു. ഈ വണ്ടി ഓടിക്കാൻ പേടിയില്ലാത്ത ആൾക്കാർ അവര് വേണമെങ്കിൽ ബാറ്ററി വണ്ടി മേടിച്ചു. പിന്നെ ഈ ലോങ് ട്രിപ്പ് മാത്രമേ ആൾക്കാർ ബസ്സിന് പോകണുള്ളൂ. ബാക്കിയുള്ളതൊക്കെ സ്വന്തം കാര്യത്തിനൊക്കെ പോണ്. ഇപ്പൊ നമ്മൾക്ക് വാഹനങ്ങളുണ്ട്, പക്ഷെ നമ്മളങ്ങനെ അന്വേഷണത്തിൽ ഉപയോഗിക്കാറില്ല. നമ്മ പോകേണ്ട കാര്യത്തിന് ഇപ്പൊ ഞാൻ പാലക്കാട് പോയിന്നല്ലേ, എന്തെങ്കിലും കാര്യത്തിന് ഞാൻ ബസ്സിന് പോവാറ്. ബസ്സിന് പോകാൻ നമുക്ക് സേഫ്റ്റി ആണ്, അതുപോലെ നമുക്ക് തിരിച്ചു വരാൻ ധൈര്യമുണ്ട്. ഇത് നമ്മൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വരുമ്പോൾ നമ്മുടെ മയ്യത്തിലെ ഡെഡ് ബോഡി അവിടേക്ക് എത്തി. ആ ജാതി നമ്മുടെ റോഡിലെ സുരക്ഷ. ഇപ്പൊ റോഡ് കണ്ടില്ലേ, ഒരുപാട് ആക്സിഡന്റ് എത്രയാണ് നടക്കുന്നത്. അതിക്രമിച്ചുകൊണ്ട് വേറെ പ്രേക്ഷകർ നിൽക്കുന്നതുകൊണ്ടാണ്. വ്യക്തമാണ് അങ്ങയുടെ പ്രതികരണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ശ്രീ കൃഷ്ണൻകുട്ടി പറയുന്ന സ്ത്രീകൾക്ക് കൂടുതൽ ഫോൺ വിളിക്കാൻ അവസരം കൊടുക്കണം. ഞാനും അതാണ് പറയുന്നത്, സ്ത്രീകൾക്ക് കൂടുതൽ അവസരം കൊടുക്കണം. ഇന്ന് അവരുടെ കൂടി പ്രധാനപ്പെട്ട ആളാണ്. അപ്പോൾ നമ്മുടെ പല ആളുകളും ഇങ്ങനെ തുടർച്ചയായി വിളിക്കുന്നതുകൊണ്ട് അത് അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ശ്രീമതി സെബീനയൊക്കെ നമ്മുടെ പൊതുവേദി കണ്ടുകൊണ്ടിരിക്കുന്നവർ ശ്രമിക്കുന്നുണ്ടാവും, കിട്ടുന്നുണ്ടാവില്ല. നഴ്സ് ജോലി 50% പുരുഷ സംവരണം കൊണ്ടുവരണമെന്ന്. ഈ അക്വേറിയസ് എനിക്ക് തോന്നുന്നത് ഒരു സ്ത്രീ വിരുദ്ധനാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. നഴ്സ് ജോലിയിൽ 50% പുരുഷ സംവരണം കൊണ്ടുവരുന്നത്. നഴ്സ് ജോലിയിൽ വലിയൊരു വിഭാഗം പുരുഷന്മാരുണ്ട്. പ്രത്യേകിച്ച് നഴ്സിംഗ് ജീവനക്കാരായ ആളുകൾ, പ്രത്യേകിച്ച് മെയിൽ നഴ്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ്. അതിൽ ഒരുപാട് പേര് പോകുന്നുണ്ട്. പക്ഷേ സ്ത്രീകളാണ് കൂടുതൽ നഴ്സിങ്ങിന് താല്പര്യമെടുത്ത് മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കണ്ടിട്ടുള്ളത്. കാരണം അവർക്ക് ഇങ്ങനത്തെ ഒരു സേവന മനസ്സ് അല്ലെങ്കിൽ സന്നദ്ധത, ആളുകളെ സഹായിക്കുന്നതൊക്കെ കുറച്ചും കൂടി നമ്മൾ കാണുന്നുണ്ട്. എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് കൃത്യമായി അറിയില്ല. പക്ഷേ എങ്കിലും അങ്ങനെ നമ്മൾ സ്ത്രീകളെ ധാരാളം നഴ്സിംഗ് രംഗത്തേക്ക് പോകുന്നുണ്ട്. പുരുഷന്മാരായ നഴ്സുമാർ ധാരാളം ഉണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല നമ്മുടെ പൊതുവേദി പ്രേക്ഷകരായ മെയിൽ നഴ്സുമാർ ധാരാളം ഉണ്ട്. പലരും വിദേശത്തു നിന്നൊക്കെ വിളിക്കുമ്പോൾ അവരവിടെ നഴ്സിംഗ് രംഗത്താണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇത് അങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടി മുഴുവൻ സംവരണം ചെയ്തിട്ടുള്ള ഒരു മേഖലയൊന്നുമല്ല നഴ്സിംഗ്. പക്ഷേ നഴ്സിംഗ് രംഗത്ത് സ്ത്രീകൾ നല്ല അവരുടേതായ മികവാർന്ന തിളക്കമാർന്ന പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട് എന്നുള്ള പൂർണ്ണമായ ഉറപ്പാണ് എനിക്കുള്ളത്. കാരണം ഞാൻ ആശുപത്രിയിൽ കിടന്നപ്പോഴൊക്കെ നല്ല നഴ്സുമാരെ മാത്രമേ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഒരു എല്ലാ ഘട്ടങ്ങളിലും, അത് ഈവൻ സർക്കാർ ആശുപത്രിയിൽ നമ്മൾ പലപ്പോഴും പറയില്ല, സർക്കാർ ഉദ്യോഗസ്ഥർ വളരെ ലാഘവത്തോടെ പെരുമാറും. അവിടെ പോലും നമുക്ക് കുറേ കൂടി ഉത്തരവാദിത്വ ബോധമുള്ള നഴ്സിനെ തന്നെയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ അക്വേറിയസ് തന്നെ നിലപാട് മാറ്റണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മോർ ലേഡീസ് ഓൺലി ബസ്സസ് ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് ടോയ്ലറ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നുണ്ട്. അതൊക്കെ നല്ലത് തന്നെ നടക്കുമെങ്കിൽ. അപ്പം മണിമല 4:45 സമരം ചെയ്യുന്ന ആളാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ശശിധരൻ. ഈ ശശിധരൻ പിള്ളയ്ക്ക് ഇങ്ങനെ ആരെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഒരു ദിവസം സമാധാനമാവില്ല. ഇന്ന് മണിമലയ്ക്ക് നേരെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ. പ്രമോദ് എന്നോട് പറയുന്നു, പെണ്ണുങ്ങളുടെ ടിക്കറ്റ് പ്രൈസ് പകുതിയാക്കി കുറച്ചാൽ മതിയാകും, അതാണ് സർക്കാരിനും ജനങ്ങൾക്കും നല്ലത് എന്ന് പറയുന്നു. എൻ്റെ അഭിപ്രായം തെറ്റായിട്ട് തോന്നുന്നെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. രഘുനന്ദന് തലമേ. അങ്ങനെ ക്ഷമ ചോദിക്കില്ല. ഞാൻ ആ ഒരു അങ്ങയുടെ നിലപാടിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതേ ഉള്ളൂ. അതിലൊന്നും വലിയൊരു ഇതായിട്ട് കാണണ്ട. അക്വേറിയസ് ഈസ് എ മെയിൽ ഷോവനിസ്റ്റ് എന്നാണ് ഷിജു പറയുന്നത്. അങ്ങനെ
ഒരു കാര്യം ഇല്ല. ഏതായാലും കൂലിപ്പണിക്കാരന് കിട്ടുന്നതിൻ്റെ പകുതി വൈകിട്ട് ടാക്സായി കൊടുക്കുന്നുണ്ട് ബെവ്കോയിൽ നിന്ന്. ഓക്കെ, VC തോമസ് എന്നോട് പറയുന്നത് അധികം താമസിക്കാതെ KSRTC അടച്ചുപൂട്ടും. എന്തിനാണ് VC തോമസ് ഇങ്ങനെ വിചാരിക്കുന്നത്? അവർ പുതിയ വഴി കണ്ടെത്തി വരട്ടെ. ഇപ്പോൾ ഒരു കാര്യം ചെയ്യാതെ ഇത്രയും വലിയ കടബാധ്യതയിലേക്ക് KSRTC നാളിങ്ങനെ മാറി ഭരിച്ച് വന്നില്ലേ? അപ്പോൾ ഇത് സ്ത്രീകൾക്ക് കുറച്ച് ആനുകൂല്യം കിട്ടിയിട്ടാണെങ്കിൽ നമുക്കത് കുറേം കൂടി ക്ഷമിക്കാം. കാരണം അങ്ങനെ വലിയ ആനുകൂല്യങ്ങളൊന്നും കൊടുക്കാതെ തന്നെ ഇത്രയും വലിയ കടബാധ്യത KSRTC ചുമതല എങ്ങനെ വന്നു എന്നുള്ളതിനെ പറ്റിയൊരു അന്വേഷണമാണ് ആദ്യം നടത്തേണ്ടത്. എല്ലാവർക്കും കോള് ഒരാൾക്ക് എല്ലാ ദിവസവും കോള് കിട്ടുന്നത് എങ്ങനെയാണെന്ന് എന്നോട് ശ്രീ ശശിധരൻ പിള്ള ചോദിക്കുന്നു. ഈ ദിവ്യസിദ്ധി മറ്റാർക്കുമില്ല എന്ന് പറയുന്നത് എനിക്കറിയില്ല കോള് കിട്ടുന്നതിൻ്റെ കാര്യം. ഞാൻ പക്ഷേ നമ്മുടെ കണക്ട് ചെയ്യുന്ന ആളുകളോട് സ്ത്രീകൾക്ക് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കണം എന്നാണ് പറയുന്നത് പ്രധാനമായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ AK കൃഷ്ണൻകുട്ടി എന്നോട് പറയുന്നത് KSRTC അടച്ചുപൂട്ടേണ്ടി വന്ന് പറഞ്ഞത് UDF മന്ത്രി ആര്യാടനാണ് എന്ന് ഓർക്കണം. പല റൂട്ടിലും പ്രൈവറ്റ് ബസ് മാത്രമേ ഉള്ളൂ എന്ന് നമ്മുടെ ഓർമ്മിപ്പിക്കുന്നു സുനിൽ. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഫ്രീ ട്രിപ്പ്, കൂലിപ്പണിക്കാരന് ഫുൾ ടിക്കറ്റ് എന്നൊരു അത് ശരിയാണ്. അങ്ങനെയും ചില പ്രയാസങ്ങളുണ്ട്. ഇപ്പോൾ സ്ത്രീകളാകുമ്പോൾ ചിലപ്പോൾ അവർ സർക്കാർ ഉദ്യോഗസ്ഥരായിരിക്കും, അതേസമയം കൂലിപ്പണിക്കാരന് ഫുൾ ടിക്കറ്റ് കൊടുക്കേണ്ടി വരും. എന്നാലും ഒരു സ്ത്രീ ജോലിക്ക് പോകുമ്പോൾ അവർ ആ ഒരു കുടുംബത്തിലുണ്ടാക്കുന്ന മാറ്റം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നല്ലൊരു നീക്കമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഹരികൃഷ്ണൻ എന്നോട് പറയുന്നു ഇത് വന്നാൽ പിന്നെ KSRTC പെണ്ണുങ്ങളെ ഉണ്ടാവൂ, ആനവണ്ടി പിന്നെ പെൺവണ്ടിയായി മാറും എന്നൊക്കെയാണ് പറയുന്നത്. ആനവണ്ടി കൊള്ളാം. എൻ്റെ അഭിപ്രായം തെറ്റായിട്ട് തോന്നുന്നതിൽ ക്ഷമിക്കണമെന്ന് നമ്മുടെ രഘുനന്ദൻ പറയുന്നുണ്ട്. പെണ്ണുങ്ങളുടെ ടിക്കറ്റ് പ്രൈസ് പകുതിയാക്കി കുറച്ചാൽ മതി, അതാണ് സർക്കാരിനും ജനങ്ങൾക്കും നല്ലത് എന്ന ഉപദേശവും എനിക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, രാജേഷ് എറണാകുളത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ രാജേഷ്, ചുരുങ്ങിയ വാക്കുകളിൽ. ഈ സർക്കാർ വണ്ടിയിൽ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ലഭിക്കാവുന്ന രീതിയിൽ സർക്കാർ ഇപ്പോ ഈ സ്ത്രീകൾക്ക് മാത്രം പൂർണ്ണമായി സൗജന്യമായിട്ട് കൊടുക്കുമ്പോൾ ഒരു മാസം 100 കോടി രൂപയെങ്കിലും വേറെ കണ്ടെത്തേണ്ടി വരും. ഈ കണ്ടെത്തേണ്ടി വരുന്ന പൈസ സാധാരണ ജനങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യത്തിൽ നിന്നാണ് കുറെ പൈസ എടുത്തിട്ട് കുറച്ചു പേർക്കായിട്ട് ഈ സൗജന്യമായിട്ട് കൊടുക്കുന്നത്. ഇത് ഈ തമിഴ്നാട്ടിലൊക്കെ പോലെ പൈസ കൊടുത്ത് വോട്ട് മേടിക്കുന്ന ഒരു ചിന്താഗതി പോലെ തന്നെയാണ് ഇങ്ങനെ സൗജന്യം കൊടുത്ത് ഈ വോട്ട് മേടിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇപ്പൊ കാണിക്കുന്നത്, പൂർണ്ണമായിട്ട് സൗജന്യമായിട്ട്. അതിന് പകരം ഒരു കാര്യം ചെയ്യൂ, എല്ലാവർക്കും സൗകര്യം ഉണ്ടാകുന്ന രീതിയിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും സൗകര്യം ഉണ്ടാകുന്ന രീതിയിൽ ബസ് ചാർജ് നിലവിലുള്ളതിൽ നിന്നും കൂട്ടാതെ ബസ് ചാർജ് കുറച്ചുകൊണ്ട് വാഹന ഉടമകൾക്ക് ഡീസലിന്റെയോ അല്ലെങ്കിൽ ടാക്സിന്റെയോ കാര്യങ്ങളിലൊക്കെ കുറച്ച് സബ്സിഡി കൊടുത്തുകൊണ്ട് ഈ സംവിധാനത്തെ നിലനിർത്തിക്കൊണ്ടു പോകുന്ന രീതിയിൽ ചെയ്യുന്നതല്ലേ നല്ലത്. അല്ലെങ്കിൽ ഇപ്പോൾ KSRTCയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വൃത്തികെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് വേറെ ഇല്ല എന്നാണ് പറയേണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എറണാകുളം മെയിൻ സ്റ്റാൻഡിന്റെ തെക്ക് വശത്ത് ഒരു പുതിയ ബിൽഡിംഗ് പണിതിട്ട് ആ പുതിയ ബിൽഡിങ്ങിലാണ് ഇപ്പോ വർക്ക്ഷോപ്പ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. ആ ബിൽഡിംഗ് 6 മാസം കഴിയുന്നതിന് മുമ്പ് പൊട്ടിപ്പൊളിഞ്ഞ് അതിന്റെ മുകളിലെ ഷീറ്റൊക്കെ പറന്നു പോയിട്ട് ഈ ഡിപ്പാർട്ട്മെന്റിൽ പല യൂണിയനുകളുണ്ട്, 4-5 യൂണിയനുകളുണ്ട്. അവർ പോലും അതിനെതിരെ പ്രതികരിച്ചില്ല. ഇതൊരു വെള്ളാനയാണ്. ഈ വെള്ളാന ഇതുവഴി എന്തൊക്കെ കട്ടെടുക്കാമെന്ന് നോക്കാനുള്ള ചില കാര്യങ്ങളാണ് ഇപ്പൊ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇത് ഒരിക്കലും ഒരു സംവിധാനത്തെ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയിട്ടല്ല, കുറെ സൗജന്യമൊക്കെ കൊടുത്ത് ഞങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ടെന്ന് കാണിച്ചുകൊണ്ട് ഇതിന്റെ പുറകിൽ വേറെന്തൊക്കെ ചെയ്യാനുള്ള ഒരു ഗൂഢാലോചന തന്നെ കാണിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഇപ്പൊ ഇതിലൊക്കെ നടക്കുന്ന അഴിമതിയെ കുറിച്ചൊക്കെ നമുക്കറിയാലോ. അതിന്റെ ഒരു ഉദാഹരണമാണ്, നിങ്ങൾ ചാനലുകാർ വന്നാൽ തന്നെ അറിയാം. ഇപ്പൊ വന്നാലറിയാം, കാരിക്കാമുറിയിലുള്ള KSRTC ബസ് സ്റ്റാൻഡ് പണിതിട്ട് 6 മാസം എത്തുന്നതിന് മുമ്പ് ഞാൻ അതിന്റെ തൊട്ടടുത്ത വീട്ടിൽ മിക്കവാറും ദിവസം പോകുന്നതാണ്. ആ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണാം അതിന്റെ ഭിത്തിയൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് നിൽക്കുന്നു. ഒരു മെയിന്റനൻസ് പോലും ചെയ്തിട്ടില്ല. ആ കോൺട്രാക്ടർക്ക് കിട്ടേണ്ട പൈസ മുഴുവനും കിട്ടി. ഇത്തരത്തില് ഒരുപാട് പൈസ നഷ്ടപ്പെടുത്തുന്നുണ്ട് അവര്. ഈ സ്ത്രീകൾക്ക് മാത്രം കൊടുക്കുന്ന ആനുകൂല്യം എല്ലാവർക്കും കൊടുക്കൂ. എന്നിട്ട് പെട്രോളിന്റെ സെസ്സിലോ ഡീസലിന്റെ സെസ്സിലോ അല്ലെങ്കിൽ 3 മാസം എത്തുമ്പോൾ ഒരു സ്വകാര്യ ബസ് എത്ര രൂപ ടാക്സ് അടക്കണം, എത്ര രൂപ ഒരു വർഷം ഇൻഷുറൻസ് അടക്കണം? ഈ കാര്യങ്ങളെല്ലാം സ്വകാര്യ ബസ്സിന് മാത്രമേ ഉള്ളൂ. ട്രാൻസ്പോർട്ട് ബസ്സിന് ഇൻഷുറൻസ് ഉണ്ടോന്നറിയില്ല, അവർക്ക് ടാക്സ് അടക്കുന്നുണ്ടോന്നറിയില്ല. ഇതൊന്നും ഇല്ലാതിരുന്നിട്ട് പോലും ഈ വെള്ളാന ഇങ്ങനെ ജനങ്ങളുടെ പണം മേടിച്ച് തിന്നു കൊഴുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഇതുകൊണ്ട് ഇതിൽ നിന്ന് ഒരു പ്രോഫിറ്റും ജനങ്ങൾക്കായിട്ട് വരുന്നില്ല, അല്ലെങ്കിൽ സർക്കാരിന് വരുന്നില്ല ഒരു ലാഭം. സർക്കാർ 1000-2000 കോടി ഓരോ വർഷവും ഇവർക്കായിട്ട് നീക്കിവെക്കുന്ന സ്ഥലത്ത് ഇനിയിപ്പോ വരുന്നതെന്ന് വെച്ചാൽ ഒരു 100 കോടി രൂപയെങ്കിലും ഒരു മാസം വെച്ച് വരുമ്പോൾ 1200 കോടി രൂപ സബ്സിഡി ഇവർക്ക് സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുന്ന രീതിയിൽ അവർക്ക് കൊടുക്കേണ്ടി വരും.
ഇത് സാധാരണ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ട പണമാണ് ഈ മാറ്റുന്നത്. ശരി, ഓക്കെ. അപ്പോൾ അങ്ങയുടെ അഭിപ്രായം അതാണ്. ഞാനതിനെ അങ്ങയുടെ അഭിപ്രായം എന്ന നിലയിൽ ഉൾക്കൊള്ളും. അപ്പോൾ എറണാകുളം KSRT സ്റ്റാൻഡ് പട്ടിക്കൂടിന് തുല്യമാണ്. മഴ വന്നാൽ കൂടി അടിപൊളി എന്ന് പറയും. മഴ വന്നാൽ പിന്നെ അടിപൊളി എന്നാണ് വെച്ചാൽ. അപ്പോൾ ഇദ്ദേഹം പറയും, നമ്മുടെ രാജേഷ് പറഞ്ഞതിനെ പിന്തുണച്ച് ചില ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ പല റൂട്ടിലും പ്രൈവറ്റ് സർവീസ് മാത്രം നടത്തുന്നുണ്ട്. KSRTCയിൽ മാത്രം ഇളവ് നൽകുന്നത് പ്രൈവറ്റ് ബസ്സുകാരുടെ വാഹന നികുതി നിർത്തലാക്കി 30 കിലോമീറ്റർ വരെ സഞ്ചരിക്കുന്നതിന് പകുതി നിരക്കാക്കിയാൽ പോരെ എന്ന് എന്നോട് സലിം BA ചോദിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് സലിം BAയുടെ അഭിപ്രായം. അപ്പോൾ ഈ പ്രൈവറ്റ് ബസ്സുകാരെ ബാധിക്കാത്ത രീതിയിൽ ഇത് നടപ്പിലാക്കണമെന്ന് പലരും ആവശ്യപ്പെടുന്നുണ്ട്. മനസ്സാര സൗജന്യം കൊടുക്കാൻ പറ്റിയാൽ നല്ല കാര്യം, ജോലിക്കാരുടെ ശമ്പളം മുടങ്ങാതെ നോക്കണം എന്ന് മനോജ് കുമാർ പറയുന്നു. ശ്രീമതി ലീലാമ്മ എന്നോടൊപ്പം ചേരുന്നുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജില്ലകൾക്ക് മാത്രം മതി എന്നതാണ് എൻ്റെ അഭിപ്രായം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജില്ലയാണോ അതോ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളാണോ എന്ന് എനിക്കറിയില്ല. കാരണം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജില്ലയിലും സമ്പന്നരായ മനുഷ്യരുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ ധനവകുപ്പും തുറമുഖ വകുപ്പും ഉണ്ട്. അപ്പോൾ നിയമവകുപ്പ് കയ്യിലുള്ളത് കൊണ്ട് സാമ്പത്തിക അച്ചടക്കം പാലിച്ചാൽ ഈ പറയുന്ന എല്ലാ വാഗ്ദാനങ്ങളും നടപ്പിലാക്കാൻ കഴിയും എന്ന് എന്നോട് ശ്രീമതി സെബീന പറയുന്നു. അർഹതയുള്ളവർക്ക് മാത്രം ഫ്രീ കൊടുത്താൽ പോരെ, പൈസ മിച്ചമുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിൽ പാവപ്പെട്ടവർ ചികിത്സിക്കാൻ കഷ്ടപ്പെടുന്ന അവരെയാണ് സഹായിക്കേണ്ടതെന്ന് സുനിൽ പറയുന്നു. അപ്പോൾ ഉള്ളത് പറഞ്ഞാൽ പിടിക്കില്ലെന്ന് അക്യൂറിയസ് അങ്ങേയറ്റത്തെ സ്ത്രീവിരുദ്ധത പറയുകയാണ്. എന്നിട്ട് എനിക്ക് പിടിക്കായിക്കൊന്നുമില്ല, ഞാൻ പക്ഷേ അതിനോട് യോജിക്കുന്നില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പ്രൈവറ്റ് ബസ്സിൽ കയറുന്ന സ്ത്രീകളുടെ ടിക്കറ്റ് ചാർജ് സർക്കാർ റീഇംബേഴ്സ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കണം എന്ന് പറയുന്നു. ജയകുമാർ 4:45 മുതൽ മണിമല വരുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ശ്രീ ശശിധരൻ പിള്ള ഈ മണിമലയെ ഇങ്ങനെ കടന്നാക്രമിക്കുന്നതിന് കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയട്ടെ. ഓക്കെ, ആരോഗ്യ മേഖലയ്ക്ക് കാരുണ്യ ലോട്ടറി പോലെ ഒരു KSRTCക്ക് ഒരു ലോട്ടറി തുടങ്ങിയാലോ എന്ന് നമ്മുടെ ശാന്ത സുരേന്ദ്രൻ, ഒരു അല്പം തമാശ, ഒരു സറ്ററിക്കലായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഒരു ആരോഗ്യ മേഖലയ്ക്ക് കാരുണ്യ ലോട്ടറി പോലെ ഗതാഗതത്തിനൊരു ലോട്ടറി. നമ്മുടെ കേരളത്തിന് ഇത് നല്ലൊരു പരിഹാസം കൂടിയാണ് കേട്ടോ, പരിഹസിച്ചുകൊണ്ട് ശരി പറയുക. അജിത് കുമാർ മാറോളി വന്നിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു സതീശൻ പറഞ്ഞത്? അമ്പലങ്ങൾ സന്ദർശിക്കാം, ടൂറ് പോകാം, ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങളിൽ നിന്ന് പുറകോട്ട് പോകാൻ വേണ്ടി തന്നെയാണ് പത്രമാധ്യമങ്ങളും ചാനലുകളും കൂടെ ഈ ചർച്ചകളെല്ലാം വാർത്തകൾ നടത്തുന്നതെന്നാണ് ഈ അജിത് കുമാർ മാറോളി വിചാരിക്കുന്നത്. ഈ പത്രമാധ്യമങ്ങളും ജോർജ് ബുഷും അതുപോലെ VD സതീശനും എല്ലാം ചേർന്ന് ഇവിടെ ഈ CPMനെ അറ്റാക്ക് ചെയ്യാൻ എന്തോ ഒരു വലിയ ഗൂഢാലോചന തയ്യാറാക്കുക എന്നുള്ളതാണ്. എനിക്ക് ഈ അജിത് കുമാർ മാറോളിയോടൊക്കെ സഹതാപം മാത്രമേ ഉള്ളൂ. നമ്മൾ കുറേ കൂടി വിശാല മനസ്സ്, ഇതൊരു 21-ാം നൂറ്റാണ്ടിൻ്റെ കാൽഭാഗം കഴിഞ്ഞു. ഇനി നമ്മൾ കുറേ കൂടി വിശാല മനസ്കരാകും. 70-കളിലെ 80-കളിലെ ഒരു രാഷ്ട്രീയ ഈ സന്ദേശം സിനിമ ഇറങ്ങിയ കാലഘട്ടത്തിലെ പോലെ ചിന്തിച്ചാൽ അത് കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പുതിയ തലമുറ ജെൻസികളിപ്പോൾ വേറെ അങ്ങേയറ്റത്തെ തരത്തിലാണ് ചിന്തിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ഈ പഴയ കാര്യവും പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു ഫ്ലാറ്റ് എമൗണ്ട് സപ്പോർട്ട് നൽകട്ടെ, 0 ടിക്കറ്റ് കൊടുത്തു, ആക്ച്വൽ എമൗണ്ട് മാത്രം കൊടുക്കുക, അക്കൗണ്ടബിലിറ്റി വേണം എന്ന് പറയുന്നു നമ്മുടെ ഹരികൃഷ്ണൻ. ഓക്കെ, ഹരികൃഷ്ണൻ്റെ നിലപാട് അങ്ങനെയാണ്. അപ്പോൾ എനിക്കൊരു ചെറിയ ഇടവേള വേണമെന്ന് പ്രവീണ ആവശ്യപ്പെടുന്നു. ഞാനൊരു ചെറിയ ഇടവേള എടുത്ത് പെട്ടെന്ന് മടങ്ങി വരാം. നമ്മളെങ്ങോട്ട് പോകുന്നില്ല, കൂടുതൽ ആളുകൾ എനിക്ക് ടെലിഫോണിലുണ്ട്. ഷോർട്ട് ബ്രേക്ക്. അപ്പോൾ യൂട്യൂബിൽ എന്നോടൊപ്പം നിറയെ പ്രേക്ഷകർ വന്ന് ചേരുന്നുണ്ട്. സലീം എന്നോട് പറയുന്നത് KSRTC അടക്കില്ല, ഇത് നല്ല കാര്യം ആണ് എന്ന് എന്നോട് പറയുന്നു. അക്യൂറിയസിൻ്റെ പ്രശ്നം തീർന്നിട്ടില്ല. അദ്ദേഹം പറയുന്നത് ഈ സ്ത്രീകൾക്ക് സൗജന്യം കൊടുത്താൽ ആ പൈസയ്ക്ക് അവർ കൊണ്ട് ബ്യൂട്ടി പാർലറിൽ കൊടുക്കും എന്നാണ് അക്യൂറിയസിൻ്റെ പ്രതികരണം. മാത്രമല്ല എന്നോടൊപ്പം ബിനു പവിത്രൻ ചേരുന്നുണ്ട്. ശ്രീ ബിനു. ഹലോ. ബിനു KSRTC ജീവനക്കാരനാണോ? അതെ, ആയിരുന്നു എംപാനൽ ബേസിസിൽ വർക്ക് ചെയ്തിരുന്ന വ്യക്തിയാണ്. അങ്ങനെ ഒരാളെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ശ്രീ ബിനുവിന് എന്ത് തോന്നുന്നു? ഈ സൗജന്യം KSRTCക്ക് താങ്ങാൻ കഴിയുന്ന ഒന്നാണോ ശ്രീ ബിനു? സൗജന്യം KSRTC കാണാൻ കഴിയുന്ന ഒന്നാണ്. പക്ഷെ അത് എല്ലാ മേഖലയിലേക്കും വ്യാപിപ്പിക്കാൻ പറ്റത്തില്ലാത്ത കാര്യമാണ്. കാര്യം KSRTC ഇത് 4 സെക്ടറിലേക്ക് തിരിക്കണമെന്നുള്ളത്, അതായത് നോർത്ത് വെസ്റ്റ്, ഈസ്റ്റ്, സൗത്ത്. ഇത് കാലാകാലങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷെ ഇത് ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മളെ ഈ സ്പെയർ പാർട്സിന്റേതും എല്ലാ സെക്ടറിലേക്കും ഓരോ കാര്യങ്ങൾ എത്തിപ്പെടും. മറ്റത് ഇപ്പം തിരുവനന്തപുരത്ത് നിന്നാണ് കംപ്ലീറ്റ് കാര്യങ്ങളും ഡിസ്ട്രിബ്യൂഷൻ. ഞാൻ ജോലി ചെയ്തിട്ടുന്ന സമയത്ത്, ഇപ്പോഴെന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ ജോലി ചെയ്തിരുന്ന സമയത്ത് തിരുവനന്തപുരത്ത് നിന്നാണ് കാര്യങ്ങൾ ഈ കേരളത്തിന് എല്ലാ സ്ഥലത്തേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോണ്ടിരിക്കും. കാര്യങ്ങൾ എന്ന് വെച്ചാൽ സ്പെയർ പാർട്സ് ആയിരുന്നാലും ശരി, ഈച്ച് ആൻഡ് എവരിതിങ്.
ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേണ്ടത്. അപ്പൊ പല പല ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ടാക്കി എല്ലാം ഒരു വികേന്ദ്രീകരണം അനിവാര്യമാണെന്നാണ് താങ്കൾ പറഞ്ഞത്. അത്യാവശ്യമാണ്. അത് വികേന്ദ്രീകരണം അത്യാവശ്യമാണ്. നേരത്തെ ടോമിന്റെ ചച്ചങ്കരി CMD ആയിട്ടിരുന്ന സമയത്ത് നല്ലൊരു അഴിച്ചുപണി അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു KSRTC. അതിന് ആ ഒരു കാര്യങ്ങളിൽ തനത് വരുമാനത്തിൽ നിന്ന് ശമ്പളം കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ആവശ്യമില്ലാത്ത വരുമാനത്തിൽ നിന്ന് ശമ്പളം കൊടുക്കാൻ KSRTCക്ക് ആകും. അതിന് ചില ആയിട്ടുണ്ട് ക്രമീകരണങ്ങൾ നടത്താൻ മതി. ക്രമീകരണങ്ങൾ നടത്തിയാൽ മതി. ഇപ്പൊ തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഒരുപാടുണ്ട്. അതിൽ നിന്നുള്ള വരുമാനങ്ങള്, പിന്നെ നമ്മുടെ പരസ്യത്തിൽ നിന്നുള്ള വരുമാനങ്ങള്, പിന്നെ ഈ ടിക്കറ്റിലെ തന്നെ പല പല കാര്യങ്ങൾക്ക് നമുക്ക് പരസ്യങ്ങൾ ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്ക് ഇതിനെല്ലാം വരുമാനങ്ങൾ കിട്ടും. നമുക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് കിട്ടാനുള്ള സോഴ്സുകൾ ചുറ്റുപാടും. ഇപ്പൊ നമുക്ക് പെട്രോൾ പങ്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ഏറ്റവും കൂടുതൽ ഡീസലിന്റെ പ്രശ്നത്തിലായിരുന്നു KSRTC ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നത്. അതിന്റെ ടാക്സും കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് KSRTC ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം പെട്രോൾ പങ്ക് തന്നെ അവർ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങൾ KSRTCക്കാണ് ഇത്രത്തോളം സ്ഥലങ്ങളുള്ള ഒരു സംരംഭം KSRTCക്ക് അല്ലാതെ വേറെ ഒന്നിനും ഇല്ല. അത് കേരളത്തിന്റെ ഏത് കുഗ്രാമത്തിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള വളരെ റിമോട്ടായ സ്ഥലത്തും ഏറ്റവും നഗരഹൃദയത്തും എല്ലാം അങ്ങനെ വൈവിധ്യങ്ങളാർന്ന സ്ഥലത്താണ് സ്ഥലം അല്ലേ? യെസ്. അത്രത്തോളം ഇതുള്ള സ്ഥലത്ത് ഇപ്പൊ തന്നെ KSRTC പലതും പ്ലഡ്ജ് ചെയ്തിട്ടാണ് പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ശമ്പളം കൊടുക്കുകയും എല്ലാം ചെയ്തിട്ടുള്ളത് പ്ലഡ്ജ് ചെയ്തിട്ടാണ്. എന്നാലും അവിടെ തനതായിട്ടുള്ള സ്ഥലങ്ങളിൽ ഷോപ്പിംഗ് കോംപ്ലക്സോ വരുമാന മാർഗങ്ങൾക്ക് വേണ്ടിയിട്ട് അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് വരുമാനം KSRTCക്ക് കിട്ടും. ഇന്ന് ഇത്രയും നമ്മൾ ഏറ്റവും വലിയ സമ്പത്ത് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റിൽ വരുമാനം ഏറ്റവും കൂടുതൽ നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഈ ഷീ ലോഡ്ജുകളൊക്കെ ആരംഭിക്കുമ്പോൾ ഇതൊക്കെ സത്യത്തിൽ KSRTCക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. കാരണം ബസ് ഇറങ്ങിയ ഒരു സ്ത്രീക്ക് പെട്ടെന്ന് അവിടെ തന്നെ സുരക്ഷിതമായ താമസിക്കാൻ ഒരു സ്ഥലം KSRTCക്ക് കൊടുക്കാൻ കഴിയും. അത് റിമോട്ടായ സ്ഥലത്ത് കൊടുക്കാൻ കഴിയും. ഏറ്റവും നഗരഹൃദയത്തിലും അവർക്ക് കൊടുക്കാൻ കഴിയും. അത്രയും സ്ഥലമുണ്ട്. പക്ഷേ പിന്നെ വേറൊരു കാര്യം ആളുകൾ എന്നോട് ഇപ്പോൾ ഈ യോതിൽ തന്നെ പറഞ്ഞു, ഈ കൺസ്ട്രക്ഷൻസ് പലതും അത് വളരെ പ്രായോഗികമായി അല്ല നടത്തിയിരിക്കുന്നതെന്ന്. അല്ല കോഴിക്കോടൊക്കെ ഒരു വണ്ടിക്ക് കയറി നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ തന്നെയാണ്. അതൊക്കെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ അത് ഇരിക്കുന്ന വ്യക്തികൾ ചെയ്ത പ്രശ്നങ്ങളാണ്. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ചെയ്തതിന്റെ ഫലമായി ബസ് തന്നെ എടുക്കുമ്പോൾ എവിടെയെങ്കിലും തൂണിലിടിക്കുമോ എന്നുള്ള ആശങ്കയിലാണ് ഉറപ്പാട്ട് വരെ അത് ഞാൻ അത് കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ഞാൻ ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ എന്റെ കേരളത്തിൽ ആദ്യമായിട്ടാണ് എടുത്ത് കണ്ടേക്കുന്നത്. KSRTC കോഴിക്കോട് ഡിപ്പോയിൽ കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഒരു എഞ്ചിനീയർ വരച്ചതിൽ ഏതോ ഒരു ആള് 4 തൂണ് വെച്ച് കെട്ടിപ്പൊക്കിയ പോലെ തോന്നുന്നു അല്ലേ? ഞാൻ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഞാനിപ്പം KSRTC ഞാൻ 2017-18 ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോ കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഇപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇത് എന്താണ് ചെയ്തതെന്നുള്ള രീതിയിൽ നമുക്കൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമാണ് തോന്നുന്നത്. ഇത്രയും കോടി പിന്നെ തിരുവല്ലയിലെ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഇത് ചെയ്യാത്തതുകൊണ്ട് ആ കെട്ടിടങ്ങളൊന്നും വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. നമ്മുടെ പൈസ കംപ്ലീറ്റും ദൂരത്തായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ഏതായാലും ഞാനിത് കട്ട് ചെയ്ത് CP ജോണിന് അയച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇത് അദ്ദേഹം ഒന്ന് ഇത് പരിശോധിക്കേണ്ടതാണെന്ന് ഞാൻ വിചാരിക്കുന്നല്ലേ? അത് കാരണത്ത് അത്യാവശ്യമായിട്ടും അത് നിങ്ങൾ പറയേണ്ട ഒറ്റ കാര്യമാണ്. ഇത് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കണം. ഇതുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ഈ വല്ലാത്ത രീതിയിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. KSRTCക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഐ ഷുവർ KSRTC വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഞങ്ങൾ കുറച്ച് വ്യക്തികൾ, ഞങ്ങൾക്കറിയുന്ന കുറെ വ്യക്തികൾ, ഞങ്ങൾ EPKM നല്ലതുപോലെ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തികളാണ്. അതായത് നമ്മൾ KSRTC ഒരു അഷ്വർ ചെയ്യുന്നതിനെക്കാട്ടി EPKM ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തികളാണ് ഞങ്ങൾ. ഓക്കെ, ഏതായാലും അപ്പോൾ അങ്ങയുടെ ആ ഒരു അഭിപ്രായം പൊതു ആളുകൾക്കായി പങ്കുവച്ചതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ KSRTC ഇങ്ങനെ ടിക്കറ്റ് ഇതര വരുമാന മാർഗങ്ങൾ ആണ് പരീക്ഷിക്കേണ്ടത് എന്ന കാര്യത്തിൽ തർക്കമില്ല. KSRTCക്ക് മുമ്പിൽ കയ്യിൽ സ്ഥലമുണ്ട്. ഒരുപക്ഷെ സർക്കാരിൽ നിന്ന് അവർക്ക് കൂടുതൽ സഹായം കിട്ടാനുള്ള സാധ്യതയുണ്ട്. പല വഴികൾ അവർക്ക് ആരായാം. കാരണം അത്രയും ആളുകൾ അവിടെ KSRTC കേന്ദ്രങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് നല്ല ഭക്ഷണശാലകൾ, നല്ല കോഫി ഷോപ്പുകൾ, താമസിക്കാൻ നല്ല ഇടം, അതുപോലെ എന്തൊക്കെ ഒരുക്കാൻ KSRTC കഴിയും അതൊക്കെ ചെയ്യാൻ
ഒന്നില്ലെങ്കിൽ പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പോട് കൂടി KSRTCക്ക് മുന്നോട്ട് വരാവുന്നതാണ്. ഇതൊക്കെ ചെയ്തുകൊണ്ട് സാധാരണക്കാരായ ആളുകൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്ന ഒരു രീതിയിലേക്ക് KSRTCക്ക് മാറാൻ കഴിയും. പക്ഷേ അതിന് വലിയ ഒരു ആസൂത്രണം ആവശ്യമാണ്. ആ ആസൂത്രണം കൂടി നടപ്പിലായാൽ അത് ഗുണകരമായി മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ സുനിൽകുമാർ എന്നോട് പറയുന്നത് KSRTC ഒരു കമ്പനിയാക്കണം എന്ന് പറയുന്നു. സുരേഷ് നായർ എന്നോട് പറയുന്നു കേരളത്തിൽ 100ഓളം ഇലക്ട്രിക് ബസ് അനുവദിക്കണമെന്ന് പറഞ്ഞല്ലോ, അത് അന്ന് ഗണേഷ് കുമാർ റിഫ്യൂസ് ചെയ്തതല്ലേ? കോൺഗ്രസ് മന്ത്രിസഭ ഇപ്പോൾ ആ ഓഫർ നിലവിലുണ്ടോ എന്ന് നോക്കണം എന്ന് സുരേഷ് നായർ എന്നോട് പറയുന്നു. അന്ന് ഞാനും ഓർക്കുന്നു ഗണേഷ് കുമാർ പറഞ്ഞ അതിൻ്റെ ബാറ്ററിയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അദ്ദേഹം അതിൻ്റെ ചിലവാണ് ഉന്നയിച്ചത്. ഏതായാലും ഇത് വലിയൊരു ആസൂത്രണം ആവശ്യമായൊരു മേഖലയാണ്. CP ജോൺ ഒരു വലിയ ഒരു ആസൂത്രണ വിദഗ്ധനാണെന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും, അതിനൊക്കെ എത്ര പിന്തുണ കിട്ടുമെന്നുള്ള ഒരു വലിയ ചോദ്യം അവിടെ നിൽക്കുകയാണ്. KSRTC രക്ഷപ്പെടില്ല എന്ന് പറയുന്നു സുനിൽ. കാരണം തൊടുപുഴയിൽ പുതിയ ഡിപ്പോ പണിതത് ചോർന്നൊലിക്കുന്നു, ടോയ്ലറ്റ് എല്ലാം നശിപ്പിക്കുന്നു, എല്ലാം അഴിമതി മാത്രമെന്നാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു KSRTC സ്റ്റാൻഡിൽ ചെന്നാൽ പല സ്ഥലത്തും നമുക്കൊന്ന് ബാത്റൂമിൽ പോകേണ്ടി വന്നാൽ അനുഭവിക്കേണ്ടി വരുന്ന ആ ഒരു ദുരവസ്ഥ. അപ്പോൾ ഒരുപക്ഷെ ഞാനിത് പല ആളുകളോട് ചൂണ്ടി, അപ്പോൾ ആളുകൾ എന്നോട് പറഞ്ഞത് ഇത് ധാരാളം ആളുകൾ വന്നു പോകുന്നതാണ്. പക്ഷേ ധാരാളം ആളുകൾ വന്നു പോകുന്നത് പല ഷോപ്പിംഗ് മാളുകളിൽ, തിയേറ്ററുകളിലൊക്കെ എത്ര മനോഹരമായി ടോയ്ലറ്റുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ അവർ കഴിയുന്നു. എന്തുകൊണ്ട് KSRTCക്ക് അത് കഴിയുന്നില്ല? ഒരുപക്ഷെ ഒരു 5-10 രൂപ അധികം ചോദിച്ചാൽ പോലും ഈ സാധാരണക്കാരായ ആളുകൾ ഈ ഒരു കാര്യത്തിന് കൊടുക്കാൻ അങ്ങേയറ്റത്തെ സേവന സന്നദ്ധരായിരിക്കും. അത് നല്ല രീതിയിലൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാൻ, അതുപോലെ ഡ്രൈവർമാർ താമസിക്കുന്ന മുറികൾ, ഇതൊക്കെ പലപ്പോഴും ഞങ്ങളൊക്കെ വാർത്തയായി നൽകിയിട്ടുണ്ട്. അത് ഒരു സാധാരണ കാലിത്തൊഴുത്ത് എന്ന് പറയുന്നത് പോലും ഇത് എത്ര മനോഹരമാണെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലേക്കുള്ള ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കുന്നു. ഇതുപോലെ ഈ ടോയ്ലറ്റ് സംവിധാനങ്ങൾ, ഇതിലൊക്കെ ആ പരിസരത്ത് കൂടെ പോയാൽ തന്നെ മനുഷ്യന് അസുഖം പിടിക്കും എന്ന തരത്തിലൊക്കെയാണ് തോന്നിപ്പോകുന്നത്. അപ്പോൾ ഇതൊക്കെ മാറ്റാൻ കൂടിയൊക്കെ KSRTC ഒരു വലിയ അടിമുടി പരിഷ്കരണത്തിനാണ് തയ്യാറാകേണ്ടത് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നോട് അജിത് കുമാർ പറയുന്നു ഞാൻ എഴുതിയത് ശരിയാണെന്ന് താമസിയാതെ ബോധ്യപ്പെടും. എന്തുകൊണ്ടാണ് ഇത്തരം ചർച്ചകൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉയർന്നു വരുന്നത്? ഈ അജിത് കുമാറിന് ആകെയുള്ള ലക്ഷ്യം പാർട്ടി അധികാരത്തിൽ വരിക എന്നത് മാത്രമാണ്. ഞങ്ങളെപ്പോലുള്ളവർക്ക് അതല്ല ലക്ഷ്യം. ഞങ്ങളെപ്പോലുള്ളവർക്ക് ജനജീവിതം മാറുക എന്നുള്ളതാണ്. അത് ഏത് പാർട്ടി വന്നാലും ഞങ്ങൾക്കതിലൊരു പ്രയാസവുമില്ല. അപ്പോൾ അജിത് കുമാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും അധികാരത്തിൽ വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെയെങ്കിലും മറ്റേ പാർട്ടിക്ക് ഗുണമാകുമോ എന്നുള്ള ആശങ്കയാണ്. അപ്പോൾ സന്ദേശത്തിലെ ശ്രീനിവാസനെ എനിക്ക് ഈ ഘട്ടത്തിൽ അജിത് കുമാർ മാറോളി ഓർമ്മിക്കാൻ കഴിയുന്നില്ല. ഏതായാലും അങ്ങ് നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ് ഇത് എന്നത് തന്നെ എനിക്കൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. ഏതായാലും അങ്ങയുടെ അഭിപ്രായം ഞാൻ മാനിക്കുന്നു. ശശിധരൻ പിള്ള എന്നോട് പറയുന്നത് കൃഷ്ണൻകുട്ടിയെ എൻ്റെ പേര് മാറ്റിക്കളഞ്ഞു സുരേന്ദ്രൻ പിള്ള എന്ന് എനിക്കിന്ന് മനസ്സിലായി. ഇന്ന് ശശിധരൻ പിള്ളയുടെ മുഴുവൻ കമൻറ്റുകൾ നമ്മുടെ കൃഷ്ണൻകുട്ടി മണിമലയ്ക്കെതിരെയാണ്. എന്താണെന്ന് എനിക്കറിയില്ല. നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ മുരളി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട് 3675. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ എണ്ണം PSC മെമ്പർമാരെ കുറയ്ക്കുക, ഇതൊക്കെ ചെയ്താൽ തന്നെ ഒരു വലിയ കാര്യമാവുമെന്ന് പറയുന്നു. ഹക്കീം ബാക്കിൽ പറയുന്നു സ്ത്രീകൾക്ക് KSRTCയിൽ ഫ്രീ ആക്കിയാൽ ഇവിടെ എല്ലാം നശിച്ചു പോകുമെന്നാണ് പലരും പല സമയത്തും ഇരുന്ന് ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്നത്. പക്ഷേ പ്രഖ്യാപിച്ചവർക്ക് ഒരു ടെൻഷനുമില്ല, അവർ ചിരിച്ചുകൊണ്ട് നടക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, പ്രത്യേകതരം ആക്ഷൻ ഇനി ഉണ്ടാകും പോലും എന്ന് കളിയാക്കുന്നു സുനിൽകുമാർ. അതെന്താ ബീനു എന്ന് കേട്ടപ്പോൾ സാർ അങ്ങനെ ചോദിച്ചത് എന്ന് എന്നോട് ജയകുമാർ ചോദിക്കുന്നു. ഓക്കെ, ശരി. അപ്പോൾ ബ്രിങ് മോർ ലേഡീസ് ഓൺലി buses for other only for this and place a donation box inside there. If someone wants to donate money, let them എന്നുള്ളത് നല്ലൊരു ആശയമാണ്. ഇപ്പോൾ പല സ്ഥലത്തും ഞാൻ അങ്ങനെ ഉണ്ട്, സൗജന്യമായി ഭക്ഷണം കൊടുക്കുന്ന കേന്ദ്രങ്ങൾ. നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള കുറച്ച് പൈസ ഇടാം എന്നുള്ളത്. അതുപോലെ KSRTCയിൽ തുടങ്ങുകയാണെങ്കിൽ അത് നല്ലതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പിന്നെ കോൺഗ്രസ് ഉഡായിപ്പാണ് 5 വർഷം കൊണ്ട് അറിയാമെന്ന് മുഹമ്മദ് പറയുന്നു. ശ്രീ മുഹമ്മദ്, ഏതായാലും അങ്ങ് പ്രതിപക്ഷത്തുണ്ടല്ലോ, അപ്പോൾ നമുക്ക് അങ്ങ് വളരെ ജാഗരൂകനായിരിക്കും എന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. സതീശൻ പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യും എന്ന് എന്നോട് സലീം പറയുന്നു. നസീർ പറയുന്നത് ബസ്സിൽ കയറി ഇറങ്ങി വാഗ്ദാനം നൽകിയതാണ് KCയും സതീശനും. വീട്ടിൽ കയറി ടൂർ പോകാം എന്ന് പറഞ്ഞതാണ്, അത് നടപ്പിലാക്കണം എന്ന് പറയുന്നു. ഈ ഫ്രീ ടിക്കറ്റുകൾ ഓൺലി ഫോർ ഡിസേർവ്ഡ് പേഴ്സൺസ് എന്നാണ് എന്നോട് കുമാരി പത്മജ പൊന്നപ്പൻ പിള്ളை പറയുന്നത്. അപ്പോൾ കുമാരി പത്മജയ്ക്ക് ഉള്ളൊരാവശ്യം അത് എല്ലാവർക്കും കൊടുക്കേണ്ട കാര്യമില്ല, അതിന് അർഹിക്കുന്നവർക്ക് മാത്രം കൊടുത്താൽ മതി എന്നാണ്. അപ്പോൾ എന്നോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുന്നത് ശ്രീ റഷീദ് കൊയിലാണ്ടി, ശ്രീ രാധാകൃഷ്ണൻ വൈറ്റിലയും കൂടി ചേരുന്നത്. ശ്രീ രാധാകൃഷ്ണൻ വൈറ്റില 2 മിനിറ്റും 2 പേരും ഉണ്ട്. അപ്പോൾ ഒന്ന് പെട്ടെന്ന് തീർക്കണം, നമുക്ക് സമയം ഒട്ടുമില്ല. നമസ്കാരം. നമസ്കാരം.
ആദ്യം സർക്കാരിന് ഈ നികുതി വെട്ടിപ്പ് തടയണം. കാരണം വെച്ചാൽ ഈ നികുതി പിരിച്ചെടുക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം. സർക്കാരിന് വലിയ തോതിൽ വരുമാനം കൂട്ടാൻ ഇതിനായിട്ട് കഴിയും. പിന്നെ അതുപോലെ ഡിജിറ്റൽ വിദ്യകളും സംവിധാനങ്ങളും പൂർണ്ണമായി പ്രയോജനപ്പെടുത്തണം. പിന്നെ ഈ വിനോദസഞ്ചാര മേഖലകളിലൊക്കെ ഇതിലൂടെ വികസനം നടത്താം. കാരണം അവിടെ വിദേശ നാണയ വരുമാനം നേടാനും സമഗ്ര പത്രിക നടപ്പാക്കുന്ന സർക്കാരിന് ഉടമസ്ഥയിലുള്ള ഉപയോഗശൂന്യമായി കിടക്കുന്ന ഭൂമികളുണ്ട്, പുറംപോക്കുകൾ. അതൊക്കെ കണ്ടെത്തി അത് പാട്ടത്തിന് കൊടുക്കുകയോ പുതിയ പദ്ധതികൾ നടത്തുകയോ ചെയ്യണം. അതുപോലെ ഇതിനകത്ത് അഴിമതി, ഏറ്റവും വലിയ അഴിമതി നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ആ അഴിമതി അറിയാനുള്ള മാർഗം കൂടി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ വരുമാനം കൂട്ടാവുന്ന ഒരു പദ്ധതിയാണ്. ഒരിക്കലും നഷ്ടത്തിൽ വരൂല. ഇത് നഷ്ടത്തിൽ വരൂല. അപ്പൊ ശ്രീ രാധാകൃഷ്ണൻ കൂടി എന്നോടൊപ്പം ചേരുന്നു. ശ്രീ രാധാകൃഷ്ണൻ, ശ്രീ റഷീദ് ഇനി അങ്ങ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണല്ലോ, 1 മിനിറ്റേ ഉള്ളൂ. അപ്പൊ ചുരുങ്ങിയ വാക്കുകളിൽ. അസാധ്യമാകുന്ന കാര്യങ്ങൾ സാധ്യമാക്കുക എന്നതാണ് വെല്ലുവിളി. ഇത് LDF വരും എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ പോലെയല്ല, ടീം UDF വരും. സതീശൻ പറഞ്ഞതാണ്. ശരി, ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ അങ്ങ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അപ്പോൾ നമുക്ക് വീണ്ടും സംസാരിക്കാം. ബിനു പവിത്രൻ്റെ കമൻറ്റുകൾ എഡിറ്റ് ചെയ്തിട്ട് CP ജോണിന് അയച്ചു കൊടുക്കണം. പ്രോപ്പർ സ്റ്റെപ്സ് എടുക്കാൻ അത് സഹായിക്കുമെന്ന് എന്നോട് ഷിജു പറയുന്നു. നമുക്കത് ചെയ്യേണ്ടതാണ്. എല്ലാ ഫ്രീബീസും ടാക്സ് പേയേഴ്സിൻ്റെ പൈസ കൊണ്ടാണ്. അതുകൊണ്ട് പക്ഷേ ക്ലിയർ അക്കൗണ്ടബിലിറ്റി വേണം. ഒരു ട്രാവൽ ടിക്കറ്റും അക്കൗണ്ട് ചെയ്യണം എന്ന് പറയുന്നു. എന്നോട് മാത്യു ദീപ്തി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. എനിക്ക് തംസപ്പൊക്കെ അയക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. രാജേഷ് രാജ് എന്നോട് പറയുന്നു എത്ര കാലമായത് എന്തുകൊണ്ട് നടന്നില്ല എന്ന് രാജേഷ് രാജ് ചോദിക്കുന്നു. ശിവദാസൻ TK നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ എന്നോടൊപ്പം ഉണ്ട്. സാർ, KSRTC ക്യാൻ ഡു ബെറ്റർ പെർഫോമൻസ് ബൈ ഡൂയിങ് സ്ട്രിക്റ്റ് ഫോളോ അപ്പ് ഇൻ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ആൻഡ് ദേ ആർ ഗെറ്റിംഗ് സ്പെയർ പാർട്സ് ഇൻ ലോ റേറ്റ് ഫ്രം മാനുഫാക്ചറേഴ്സ്. യെസ്, അതൊരു പ്രധാന ഘടകമാണ്. CP ജോൺ ഇതൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇലക്ട്രിക് ബസ്സിന് ചിലവ് കൂടുമെന്ന് അമ്പാടി എന്നോട് പറയുന്നു. എസ് കുമാർ എന്നോടൊപ്പം നമ്മൾക്കൊപ്പം ഉണ്ട്. ഓക്കെ, എനിക്ക് ചുവന്ന ഹൃദയം അയക്കുന്നുണ്ട്. ബസ്സിൽ കയറി വാഗ്ദാനം നൽകിയതാണ് എന്ന് നാസർ പറയുന്നുണ്ട്. പ്രദീപ് എന്നോട് പറയുന്നു ടോമിൻ തച്ചിങ്കരിയുടെ കാര്യം സത്യമാണ്. അതിനുശേഷം വന്ന CMDമാരാണ് ഇങ്ങനെ ഇത്രയും കടത്തിലാക്കിയത്, ഒന്നും കൊടുത്തതും ഇല്ല എന്ന് പറയുന്നു. ഈ ഫ്രീ കാരണം പലർക്കും ടാക്സ് കൂടും എന്ന് എന്നോട് അക്വേറിയസ് പറയുന്നു. സ്വർണ്ണലത എന്നോടൊപ്പം ചേർന്നു. ആരെങ്കിലും എന്തെങ്കിലും നടപ്പിലാക്കുമ്പോൾ നമ്മൾ വിമർശിച്ച് വിലയിരുത്താൻ സമയമായില്ല. ഒരാൾക്ക് വേണ്ടി ഹെലികോപ്റ്റർ, 40ഓളം വണ്ടികൾ, അകമ്പടി യാത്ര, ആ ദൂരത്ത് ഒഴിവാക്കിയാൽ ചിലപ്പോഴിത് നടപ്പിലാകും എന്ന് എന്നോട് സ്വർണ്ണലത. നിറയെ പ്രേക്ഷകരുടെ എനിക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. ജാഫറിൻ്റെയൊക്കെ ഞാൻ അടുത്ത ദിവസം വായിക്കാം. ദ ട്രൂത്ത് നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ ഒക്കെ ഉണ്ട്. എങ്കിലും ഞാനിത് അതൊക്കെ ഞാൻ ഇനിയൊരു ദിവസം വായിക്കാം. ഞാൻ ഈ വിഷയം യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തത്. KSRTCയുടെ ഒരു വലിയ പ്രതിസന്ധി സാമ്പത്തികമാണ്. അത് മാറുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ KSRTC കഴിയും എന്നാണ് 71% ആളുകൾ പറയുന്നത്. അപ്പോൾ ഒരു കാര്യത്തിൽ സംശയമില്ല, തൊഴിലിനും പഠനത്തിനും ദിവസ യാത്രയ്ക്കുമായൊക്കെ പോകുന്ന സ്ത്രീകൾക്ക് സർക്കാരിൻ്റെ പിന്തുണ അനിവാര്യമാണ്. സുരക്ഷിതവും ചിലവ് കുറഞ്ഞതുമായ പൊതുഗതാഗതം ആണ് എല്ലാവരും ആശ്രയിക്കേണ്ടത്. സ്ത്രീകളുടെ സാമൂഹിക മുന്നേറ്റത്തിനും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനും അതൊരു കരുത്താകുമെങ്കിൽ അത് അത്രയും നല്ലതാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് സഹായം നൽകുന്നത് വെറും ഒരു ക്ഷേമ പദ്ധതിയല്ല, അതൊരു പുരോഗമന സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. പക്ഷേ അതോടൊപ്പം മറ്റൊരു യാഥാർത്ഥ്യം കൂടി നാം മറക്കാതെ ഇരിക്കണം. തെരഞ്ഞെടുപ്പുകളിൽ വികസന നയങ്ങളെക്കാൾ ആര് കൂടുതൽ സൗജന്യം നൽകും എന്ന മത്സരം വിജയിക്കുമ്പോൾ അത് ഉത്തരവാദിത്വ ബോധമുള്ള ഒരു ഭരണത്തിന് ഭീഷണിയാണ്. അതിനാൽ സൗജന്യ യാത്ര പോലുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ വികാരത്തേക്കാൾ പ്രധാനം സാമ്പത്തിക ആസൂത്രണമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.